സഹോദരങ്ങളെ, അപ്പോൾ വർത്തമാനകാല ലോകം പറയുന്ന ഒരുപാട് ക്വാളിറ്റീസുകൾ ഉണ്ടാവും. എന്താണ് ലോകം പറയുന്ന ക്വാളിറ്റീസുകൾ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാചകകലയിൽ വലിയ നൈപുണ്യം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, കാണാൻ നല്ല സൗന്ദര്യം, പിന്നെ ഒരുപാട് സമ്പത്തുണ്ട്, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ധാരാളമുണ്ട്. പിന്നെ പാചകകലയിൽ വലിയ നൈപുണ്യമാണ്. പുട്ടുണ്ടാക്കും, ഇടിയപ്പം ഉണ്ടാക്കും, നൂൽപുട്ടുണ്ടാക്കും, ചിക്കൻ ഉണ്ടാക്കും, മട്ടൻ ഉണ്ടാക്കും, ഷവായി ഉണ്ടാക്കും, ഷവർമ ഉണ്ടാക്കും, കബ്സ ഉണ്ടാക്കും, അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉണ്ടാക്കും. പക്ഷേ ഈ കുട്ടിക്കൊരേ ഒരു കുഴപ്പമേ ഉള്ളൂ. എന്താ കുഴപ്പം? ഇങ്ങോട്ട് വാ മോളെ എന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങോട്ട് വരൂല, പിന്നെ അങ്ങോട്ടേ പോകുള്ളൂ. അങ്ങോട്ട് പോ മോളെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകൂല, ഇങ്ങോട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അനുസരണയില്ല. അനുസരണ എന്ന് പറയുന്നത് ഒരു കുടുംബജീവിതത്തിൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യ തന്റെ ഭർത്താവിന് വലിയ അനുസരണയുള്ളവളാകണം. സഹോദരങ്ങളെ, ഈ കുടുംബിനിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമേ ഉള്ളൂ. എന്താ കുഴപ്പം? ആ സ്ത്രീക്ക് ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ. ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്, പിന്നെ അനുസരണയില്ല. ഇങ്ങോട്ട് വാന്ന് വിളിച്ചാൽ അങ്ങോട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സ്ത്രീ കനകമാന്ന് പറഞ്ഞാലും കനക കട്ടിയാന്ന് പറഞ്ഞാലും മാണിക്യമാണെന്ന് പറഞ്ഞാലും രത്നമാണെന്ന് പറഞ്ഞാലും ആർക്കും വേണ്ട. കാരണം എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്സാലിഹാതു ഖാനിതാതുൻ ഫസ്സാലിഹാതു ഖാനിതാതുൻ. സ്വാലിഹത്തായ പെണ്ണ്, സ്വാലിഹത്തായ സ്ത്രീയുടെ നമ്പർ 1 അടയാളം എന്താണെന്നറിയുമോ? ഖാനിതാത്തുൻ, അനുസരണ ഉണ്ടായിരിക്കുക എന്നതാണ്. എങ്ങനെ? അനുസരണ ഉണ്ടായിരിക്കുക എന്നതാണ്. നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, അവർക്ക് ഒരു സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും നോമ്പെടുക്കൽ സുന്നത്താണ്, എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കൽ സുന്നത്താണ്. ആണോ? നിങ്ങൾ ആരും മിണ്ടുന്നില്ല. ഞാൻ മാത്രം ഇങ്ങനെ വർത്തമാനം പറയുകയും നിങ്ങളിങ്ങനെ മിണ്ടാതെ കുത്തിരിക്കുകയും ചെയ്താൽ അത് ശരിയാവില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കൽ സുന്നത്താണോ? ഈ നാട്ടിലായിരിക്കും. വെള്ളിയാഴ്ച നോമ്പെടുക്കൽ സുന്നത്താണോ? ഇതാ പറഞ്ഞത്. അശ്രദ്ധമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഉറങ്ങുണ്ടോ ആരെങ്കിലും? ഞാനങ്ങനെ ഇൻ കേസ് എന്റെ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് കരുതുക. അത് മിണ്ടാതിരുന്ന് സമ്മതിച്ചു പോയാൽ ഈ സുന്നത്തായ നോമ്പിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത ഒരാൾ നാളെ വെള്ളിയാഴ്ച നോമ്പെടുക്കാൻ തുടങ്ങിയാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ പറഞ്ഞാൽ അത് ഉണർത്തുക. നമുക്ക് വരാം സഹോദരങ്ങളെ. അപ്പോൾ ഒരു കുടുംബിനിയെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധ ഖുർആൻ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്പർ 1 പറയുന്ന ക്വാളിറ്റിയാണ് അനുസരണ ഉണ്ടായിരിക്കുക എന്നത്. സുബ്ഹാനല്ലാഹ്, വ്യാഴാഴ്ച നോമ്പെടുക്കൽ സുന്നത്താണ്, തിങ്കളാഴ്ച നോമ്പെടുക്കൽ സുന്നത്താണ്. ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ഒരു സ്ത്രീ നോമ്പനുഷ്ഠിക്കണമെങ്കിൽ ഭർത്താവിനോട് പെർമിഷൻ ചോദിക്കണം. പിന്നെ നാളെ വ്യാഴാഴ്ചയാണ്, അതിനെന്താ? നാളെ ഇസ്രായിന്റെ മിഅ്റാജിന്റെ നോമ്പുണ്ട്, അതിനെന്താ? നോമ്പെനിക്കെടുക്കണം എന്ന് ഭർത്താവിനോട് സ്ത്രീ പെർമിഷൻ ചോദിക്കണം. വലാ യജൂസു ബിഇംറഅത്തിൻ അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നി. മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു സുന്നത്ത, അതായത് അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹു നിഷിദ്ധമാക്കാത്തതെന്തെല്ലാമുണ്ടോ, അള്ളാഹു നിഷിദ്ധമാക്കാത്തതായി അള്ളാഹുവിന്റെ ദീനിൽ എന്തെല്ലാമുണ്ടോ, ആ മുഴുവൻ കാര്യങ്ങളിലും ഒരു സ്ത്രീ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അനുസരിക്കൽ അവൾക്ക് നിർബന്ധമാണ്. ഇന്നത് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിന് തൊട്ടു മുമ്പ് പെണ്ണ് കാണാൻ വേണ്ടി പോയി. പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഉണ്ട്. നിങ്ങൾ പറയുന്ന എല്ലാ ഡിമാൻഡും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരേ ഒരു ഡിമാൻഡുണ്ട്. എന്താന്ന് പറഞ്ഞാല്, ഭർത്താവ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഈ ഒരു ഡിമാൻഡേ എനിക്കുള്ളൂ. അവള് ലോകസുന്ദരിയാന്ന് പറഞ്ഞാലും, അവള് മുകേഷ് അംബാനിയുടെ മോളാന്ന് പറഞ്ഞാലും, സഹോദരങ്ങളെ എന്തെല്ലാം ക്വാളിറ്റീസുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും, ലോകത്ത് ബുദ്ധിയുള്ളവരാരും അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാവില്ല. അപ്പോൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീയെ ഉദാഹരിച്ചത് എങ്ങനെയാണെന്നറിയുമോ? ഒരു മാണിക്കക്കല്ല്. ഇന്നിപ്പോ ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകളെങ്കിലും ചിന്തിക്കും, നിങ്ങൾ കുറെ ലോകം തിരിയാത്ത മനുഷ്യന്മാർ, ഇപ്പോഴും സ്ത്രീകൾ അവർ പർദ്ദയിടാമെന്ന് നിങ്ങൾ നിഷ്കർഷിക്കുകയാണ്, അവർ അടങ്ങി ഒതുങ്ങിക്കഴിയണമെന്ന് നിങ്ങൾ നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ എന്തെല്ലാം വിമർശനങ്ങളാണ് കേൾക്കേണ്ടി വരുന്നത്. സഹോദരങ്ങളെ, വാസ്തവത്തിൽ വിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു സഹാബി വര്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, എനിക്ക് എന്റെ ജീവിതത്തിൽ ധാരാളം പെൺമക്കൾ പിറന്നിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ പെൺകുട്ടിയും ഇന്ന് ജീവിച്ചിരിപ്പില്ല നബിയേ, ഒരൊറ്റ പെൺകുട്ടിയും ഇന്ന് ജീവിച്ചിരിപ്പില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചത് മുഴുവനും പെൺകുഞ്ഞുങ്ങളായിരുന്നു. ആ പെൺകുഞ്ഞുങ്ങളെ പ്രസവിച്ച് ആ പ്രസവത്തിന്റെ ചൂട് മാറുന്നതിനു മുമ്പ് ആ ചോര പൈതലിനെ ഞാൻ പിടിച്ചെടുക്കുകയാണ് നബിയേ. എന്റെ ഗർഭിണിയായ ഭാര്യ, എന്റെ 10 മാസം ഗർഭിണിയായ ഭാര്യ ഡെലിവറിയോടടുത്ത സമയമാകുമ്പോൾ, അവൾ പ്രസവിക്കാൻ അടുക്കുന്ന സമയമാകുമ്പോൾ എന്റെ അടുത്തേക്ക് എന്റെ ദൂതൻ വരികയാണ്. ആ ദൂതൻ കടന്നു വന്നിട്ട് എന്നോട് പറയും, നിങ്ങളുടെ ഭാര്യ പ്രസവിക്കാനായി, നിങ്ങളുടെ ഭാര്യ പ്രസവിക്കാനായെന്ന് എന്നോട് ദൂതൻ കടന്നു വന്ന് പറയുമ്പോൾ, ഞാനതാ എന്റെ ഭാര്യ പ്രസവിക്കുന്ന ടെന്റിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ആ ടെന്റിന്റെ പിൻഭാഗത്ത് ഞാനൊരു കുഴിയെടുത്ത് വെക്കുകയാണ്. ഒരഗാധമായ കുഴിയെടുത്ത് വെച്ചിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. എന്റെ പെണ്ണ്, എന്റെ സ്ത്രീ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഈ പ്രപഞ്ചത്തിലേക്ക് പ്രസവിച്ചു വീഴുന്നതൊരു പെൺകുഞ്ഞാണെങ്കിൽ, ആ പെൺകുഞ്ഞ് ആ എന്റെ പ്രിയപ്പെട്ട സ്ത്രീയുടെ മാർവിടത്തിൽ നിന്ന് അടർത്തിയെടുക്കുകയാണ് ഞാൻ. എന്റെ ലക്ഷ്യം അതാണ്. എത്രയോ പെൺമക്കളെ, എത്രയോ പെൺമക്കളെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് കരഞ്ഞ് നിലവിളിച്ചു, ഞാൻ വിട്ടുകൊടുത്തില്ല. ഇതൊക്കെ പറയുമ്പോ ഈ ലോകം ഇത് കേൾക്കണം. ഈ ലോകത്തെ ഫെമിനിസ്റ്റുകൾ കേൾക്കാൻ വേണ്ടി പറയാ. ഈ ലോകത്ത് സ്ത്രീ വിമോചനത്തിന്റെ സമരമുദ്രാവാക്യങ്ങൾ മുഴക്കി തെരുവിന്റെ കവലകളിൽ പ്രകടനങ്ങൾ നടത്തുന്ന മീഡിയകൾക്ക് വേണ്ടി മത്സരിക്കുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടി പറയാ. ഗൗരവത്തോടെ പറയുകയാണ്, ഇത് മദീനയിലെ രാജാവിന്റെ ശബ്ദമാണ്. ഇത് ലോകത്ത് സഹോദരങ്ങളെ സ്ത്രീത്വത്തെ മുഴുവനും അടിച്ചമർത്തി ബൂട്ട്സുകൾക്കുള്ളിൽ ഞെരിച്ചമർത്തിയിരുന്ന അതാ 6-ാം നൂറ്റാണ്ടിലെ ജനതയുണ്ടല്ലോ. അന്ന് ഇന്ത്യ രാജ്യത്തെ സ്ത്രീകൾക്ക് വിമോചനമില്ല. അന്ന് പാകിസ്ഥാനിലെന്നല്ല, അമേരിക്കയിലെന്നല്ല, ബ്രിട്ടനിലെന്ന, ജോർദാനിലെന്നല്ല, ലോകത്തൊരു സ്ഥലത്തുമെന്ന് സ്ത്രീക്ക് മൂല്യമില്ലായിരുന്നു. എവിടെന്നാണ് സ്ത്രീത്വത്തിന് മൂല്യമുണ്ടായതെന്നറിയുമോ? എന്റെ പെങ്ങന്മാരെ, എന്റെ വയതിന്റെ മജ്‌ലിസിൽ വന്ന ഹൃദയമുള്ള 18 വയസ്സ് പ്രായമുള്ള, 20 വയസ്സ് പ്രായമുള്ള, 33 വയസ്സ് പ്രായമുള്ള, 21 തുളുമ്പുന്ന പൊന്നു പെങ്ങളെ, നിന്റെ ഹൃദയം തുറന്നു വെച്ചിട്ട് കേൾക്കാൻ വേണ്ടി പറയുകയാ. നിന്റെ കാതുകൾ തുറന്നു വെച്ചിട്ട് കേൾക്കാൻ വേണ്ടി പറയുകയാ. ഇത് 21-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോ മുസ്ലിയാര് ബാർബേറിയനായിപ്പോയി, അപരിഷ്കൃതൻ, ലോകം തിരിയാത്തയാള്.
മോഡേൺ ടെക്നോളജിയുടെ തീസീസുകളെ പറ്റിയും തിയറീസുകളെ പറ്റിയും ഫോർമുലാസുകളെ പറ്റിയും ബോധമില്ലാത്തയാളെന്ന് മോഡേൺ ലോകം മുദ്രകുത്തപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക പിക്കുലർ സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ഇതേത് കാലമാണ്? ഇന്ന് സ്ത്രീത്വത്തെ അതാ പരസ്യപ്പലകയിൽ പ്രദർശനത്തിന് വെച്ചിട്ട് ബിസിനസ് ചെയ്ത് കോടികളുടെ നോട്ടുകെട്ടുകൾ ഓരോരോ രാജ്യങ്ങൾ സ്ത്രീത്വത്തെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ നൂറ്റാണ്ടിലാണ്. ആദരവായ പ്രവാചകരും നബി മുഹമ്മദ് മുസ്തഫ എത്ര ആളുണ്ടെന്ന് വെച്ചിട്ടാ, നല്ല ആളുണ്ട്, സ്വലാത്തൊന്നും ഇങ്ങനെ കേൾക്കണില്ല. ഇതെന്തു പറ്റണോ? ഞാൻ കേൾക്കാത്തതാണോ അതോ നിങ്ങൾ പറയണ്ടാവോ ഞാൻ കേൾക്കില്ലായിരിക്കും അല്ലേ? എന്റെ കാതിന് കുഴപ്പമുണ്ടായിരിക്കും. യാത്രയൊക്കെ ചെയ്ത് വന്നതാ. കുറച്ച് ഞാൻ വണ്ടി ഡ്രൈവാക്കുകയും ചെയ്തു. ഡ്രൈവർ ഇതാവും, അവനെത്തിയ എമർജൻസി ആയിട്ട് പോയി. ഇപ്പൊ കുറച്ച് ഞാൻ ഓടിച്ചു. അതുകൊണ്ടായിരിക്കും ക്ഷീണം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അല്ലേ? അദിമിസ്സലാത അലൻ നബിയ്യി മുഹമ്മദി ഫഖബൂലുഹാ ഹത്മൻ ബിദൂനി തറദ്ദുദി അഅമാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹാ ഇല്ല സ്വലാത അലൻ നബിയ്യി മുഹമ്മദി ഇല്ല സ്വലാത അലൻ നബിയ്യി മുഹമ്മദി അദിമിസ്സലാ അദിമിസ്സലാ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ. പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ കൽബുള്ളവന്റെ കൽബിൽ നിന്ന് സ്വലാത്തിന്റെ മാരുതൻ ഈ പ്രപഞ്ചത്തെ മുഴുവനും പ്രകാശപൂരിതമാക്കി വീശിയടിക്കുന്ന മനോഹരമായ രംഗമാണ്. സഹോദരാ സഹോദരാ, ഇമാം ഹസൻ സദ്ദാദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുകയാണ്, നിങ്ങൾ നിർവഹിക്കുന്ന നിസ്കാരം ഒന്നുകിൽ അല്ലാഹു സ്വീകരിക്കാം, അതല്ലെങ്കിൽ അല്ലാഹു തള്ളിക്കളയാം. നിങ്ങൾ ചെയ്യുന്ന ദാനം ഒന്നിരിക്കൽ അല്ലാഹു സ്വീകരിക്കാം, അതല്ലെങ്കിൽ അല്ലാഹു തള്ളിക്കളയാം. നിങ്ങൾ ചെയ്യുന്ന ഏതേത് ഇബാദത്തുകൾ അതൊരു മതിലിന്റെ പുറത്ത് വെച്ച തേങ്ങ പോലെ ഒന്നിരിക്കൽ മതിലിന്റെ അപ്പുറത്ത് തേങ്ങ വീഴും, അതല്ലെങ്കിൽ മതിലിന്റെ ഇപ്പുറത്ത് വീഴും എന്നതുപോലെ എല്ലാ ഇബാദത്തുകളും സഹോദരാ സഹോദരാ ഒന്നുകിൽ അത് അല്ലാഹു സ്വീകരിക്കും, അതല്ലെങ്കിൽ അത് അല്ലാഹു തള്ളിക്കളയും. എന്നാൽ വിശുദ്ധരായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ഫഖബൂലുഹാ ഹത്മൻ ബിദൂനി തറദ്ദുദി ഫഖബൂലുഹാ ഹത്മൻ ബിദൂനി തറദ്ദുദി അതല്ലാഹു തള്ളിക്കളയുകയില്ല. റിയാഇന് വേണ്ടി നിസ്കരിച്ച നിസ്കാരം അത് നാളെ അല്ലാഹു കാണില്ല. റിയാഇന് വേണ്ടി ചെയ്ത ധർമ്മം, റിയാഇന് വേണ്ടി ചെയ്ത ദാനം അത് നാളെ പരലോകത്ത് നമ്മുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി കാണില്ല. സഹോദരാ, റിയാഇന് വേണ്ടി ചൊല്ലിയ സ്വലാത്ത് നാലാള് കാണട്ടെ, നാലാള് കേൾക്കട്ടെ. ഞാൻ ചൊല്ലിയ സ്വലാത്ത്, ഞാൻ ചൊല്ലിയ സ്വലാത്ത് നാലാളുകൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞൊരാള് ചൊല്ലിയാലും അല്ലാഹു സാദാത്തുക്കൾക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടുത്തേക്ക് അല്ലാഹു എല്ലാ ബറക്കത്തും അവിടുത്തേക്കും കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ,
റിയാഇനു വേണ്ടി ആരെന്ത് ചെയ്താലും അവമാ അലിംത ഫീഹാ, എന്തു ചെയ്തു എനിക്ക് വേണ്ടി അല്ലാഹു ചോദിക്കുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അന്നേരത്തെ ഒരാൾ പറയും, ഞാൻ ദാനം കൊടുത്തു. ഹാമിദി യാസീൻ പറയും, ഞാൻ പ്രസംഗിച്ചു റബ്ബേ, ആളുകളെ നന്മയുടെ തീരത്തേക്ക് മാടി വിളിച്ചുകൊണ്ട് സ്റ്റേജ് കെട്ടിത്തന്നു ജനങ്ങള്, പ്രചരണം നടത്തിത്തന്നു ജനങ്ങള്, ഞാൻ ഘോരഘോരം പ്രസംഗിച്ചു അല്ലാ. എന്തിനാ പ്രസംഗിച്ചേ മുസ്ലിയാരെ? ആളുകൾ ഇയാളെപ്പറ്റി ഇയാൾ വലിയ പ്രാസംഗികരാന്നൊക്കെ പറയാൻ വേണ്ടി അല്ലിയോടെ പ്രസംഗിച്ചേ. ദുനിയാവി വെച്ചതൊക്കെ പറഞ്ഞടോ, ആളുകൾ പറഞ്ഞു വലിയ ആളാന്നൊക്കെ പറഞ്ഞു. ആഖിറത്തിൽ ഒന്നുമില്ല, ആഖിറത്തിൽ വട്ടപൂജ്യമാണ്. കദബത്ത, കള്ളം പറഞ്ഞവനെ എന്ന് പറഞ്ഞ് നാളെ ആഖിറത്തിൽ ജനങ്ങളെ അതിസംബോധന ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. ധർമ്മം ചെയ്തയാൾ പറയും, പടച്ചവനെ, എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ ഞാൻ കെട്ടിക്കാൻ വേണ്ടി പണം കൊടുത്തു, പള്ളി കെട്ടാൻ വേണ്ടി പണം കൊടുത്തു റബ്ബേ, ഫുഖറാക്കളെ സഹായിക്കാൻ, പാവങ്ങളെ സഹായിക്കാൻ ഒരുപാട് ധർമ്മം ചെയ്തു തമ്പുരാനേ. അപ്പൊ അല്ലാഹു പറയും, കദബത്ത, കള്ളം പറഞ്ഞവൻ. ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലയോടെ താൻ ദാനം ചെയ്തത്, താൻ ധർമ്മം ചെയ്തത്. ജനങ്ങൾ തന്നെപ്പറ്റി വലിയ ധർമ്മിഷ്ഠനാന്നൊക്കെ പറഞ്ഞടോ, വലിയ ജവാദിയത്തുള്ളയാളാന്നൊക്കെ പറഞ്ഞടോ. ഇത് ആഖിറമാണ്. ഈ ആഖിറത്തിൽ നിങ്ങൾക്ക് വല്ല സുഹൃതങ്ങളുമുണ്ടെങ്കിൽ ആ സുഹൃതങ്ങൾ ശ്രേഷ്ഠ സമ്പന്നമാകണം, തഖ്വയിൽ അധിഷ്ഠിതമാകണം. അല്ലാത്തൊരു ഇബാദത്തും ആഖിറത്തിൽ ബലം ചെയ്യില്ല. ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ യുവത്വത്തോട്, എൻ്റെ ജനങ്ങളോട് ഹൃദയപൂർവ്വം പറയുകയാണ്, നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിൽ അധിഷ്ഠിതമായൊരു നിസ്കാരം നിസ്കരിക്കാൻ കഴിയണം. നമ്മൾ നിസ്കരിച്ചുകൊണ്ടുണ്ടാവും, തൊട്ട് ഫ്രണ്ടിലതാ ഒരു ജനല്, ആ ജനലിൽ നോക്കിയിട്ട് ചിന്തിക്കണം, പടച്ചോനെ, ഇതാരാണ് ഇതിന്റെ ആർക്കിടെക്ചർ? അവൻ ആ ജനലിന്റെ കമ്പിയിൽ ഡിസൈൻ ചെയ്ത് നോക്കി, ഇങ്ങനെ ഡിസൈൻ, അങ്ങനല്ല വേണ്ടിയിരുന്നത്, ഇങ്ങനെ ഡിസൈൻ വേണ്ടിയിരുന്നത്. എപ്പോഴാ ചിന്തിക്കുക? ഇമാമ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്കൃഷ്ടമായ ശ്രേഷ്ഠ സമ്പന്നമായ പ്രാർത്ഥനയുടെ നിമിഷമാണ് ആ നിമിഷം. അല്ലാഹ്, എന്നെ നേരായ ചൊവ്വായ മാർഗത്തിൽ നിലനിർത്തി തരണേ തമ്പുരാനെ എന്നാണ് ആ ദുആയുടെ അർത്ഥം. ആ സമയത്ത് ഇവൻ ആലോചിക്കുന്നത് എന്താണ്? തൊട്ടടുത്ത് ഫ്രണ്ടിൽ കിടക്കുന്ന കാർപ്പറ്റ്, ആ കാർപ്പറ്റ് ഡിസൈൻ നോക്കാം, അത് ഇങ്ങനെ മോഡലായിരുന്നെങ്കിൽ കുറച്ചൊരു രസമുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ ഓരോ ഇബാദത്തിന്റെ കാര്യം പറയേണ്ട സഹോദരങ്ങളെ. പക്ഷെ ഞാനത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? നിങ്ങൾ നാലാള് കേൾക്കാൻ വേണ്ടി ഈ റോഡിലൂടെ ഇങ്ങനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാലാള് കേൾക്കാൻ വേണ്ടി നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാലും ആ സ്വലാത്ത് നഷ്ടപ്പെട്ടു പോകുന്നതല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ കൽബിന്റെ ഉള്ളിൽ നിന്ന് സ്വലാത്ത് ഇങ്ങനെ വരണം. അള്ളാഹു നമുക്കതിനൊക്കെ തൗഫീഖ് തരുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? കണ്ടോ, മറന്നുപോയി. ഇത്രേ ആളും മറന്നുപോയാൽ ഞാൻ എന്ത് ചെയ്യും? പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാവും. ഒന്നും പറഞ്ഞേ, എന്തുവാ പറഞ്ഞു നിർത്തിയേ? എവിടാ പറഞ്ഞു നിർത്തിയേ? ഒന്ന് പറഞ്ഞേ. കേൾക്കുന്നില്ല. ക്ഷീണം കൊണ്ടായിരിക്കും കേൾക്കാത്തല്ലേ? അതെ, നിങ്ങൾ പറയാത്തോണ്ടോ കേൾക്കാത്ത? എന്താ കേൾക്കാത്ത? ഒന്ന് പറഞ്ഞേ. എവിടെ എത്തിയെന്നറിയാവോ? എന്തുവാ? എന്താണ്? അല്ലാ, അതൊക്കെ പറഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞ് പടച്ചോനെ. അനുസരണയില്ലാത്ത പെണ്ണിൽ പിടിച്ചോണ്ടിരിക്കുക ഇപ്പോഴും. അതൊക്കെ പാസ്സായിട്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രസവത്തിന്റെ വേദന എന്റെ കാതുകളിൽ അലയ്ക്കുന്ന നേരത്ത് ഞാൻ ആ പ്രസവിക്കുന്ന പെണ്ണിന്റെ ടെന്റിന്റെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. യാ റസൂലല്ലാഹ്, അവളെ പ്രസവിച്ച പെണ്ണുങ്ങള്, അവളെ പ്രസവിച്ചത് മുഴുവനും പെൺകുഞ്ഞുങ്ങളായിരുന്നു നബിയേ. ഞാൻ ആ പ്രിയപ്പെട്ട പെൺകുഞ്ഞിനെ വാരിയെടുത്തു, ഞാൻ ആ പ്രിയപ്പെട്ട പെൺകുഞ്ഞിനെ പറിച്ചെടുത്തു. ഒരു മാതാവ് എത്ര കുഞ്ഞുങ്ങളെയാണ് അവൾ പ്രസവിച്ചത്, പക്ഷേ ഒരു കുഞ്ഞിനെ പോലും വളർത്താൻ അവൾക്ക് കിട്ടിയിട്ടില്ല. ആ പ്രിയപ്പെട്ട മാതാവ് ആ കുഞ്ഞിനെ
ജീവനോളം സ്നേഹിച്ച് 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയോടടുത്ത വേദന സഹിച്ച് പ്രസവിച്ച് സുബ്ഹാനല്ലാഹ് മാർവിടത്തോട് ചേർത്ത് പിടിച്ച് ആ ചോര പൈതലിന്റെ ചെഞ്ചുണ്ടുകളിലേക്ക് അമ്മിഞ്ഞപ്പാല് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു പെൺകുഞ്ഞാണെന്ന്. ആ മാതൃത്വത്തിന്റെ ചൂട് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ പതിയുന്നതിനു മുമ്പ് ആ പെൺകുഞ്ഞ് അമ്മിഞ്ഞപ്പാൽ ഇമ്പിക്കുടിച്ച് ഒരിറക്ക് അമ്മിഞ്ഞപ്പാൽ ഇറക്കുന്നതിനു മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മാർവിടത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന് അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടിയെ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് പറിച്ചെടുത്തു. എന്റെ കാലിൽ വീണവളെ പൊട്ടിപ്പൊട്ടി കരഞ്ഞു, കൊല്ലല്ലേ, എന്റെ കുഞ്ഞിനെ എനിക്ക് തരണേ. ഞാൻ അവൾക്ക് വിട്ടുകൊടുത്തില്ല നബിയേ, ഞാൻ അവൾക്ക് വിട്ടുകൊടുത്തില്ല നബിയേ. നേരത്തെ ആ പെണ്ണിന്റെ പുറകുഭാഗത്ത് തയ്യാറാക്കി വച്ചിരുന്ന ആ മരുഭൂമിയിലെ കുഴിയിലേക്ക് ജീവന്റെ തുടിപ്പുള്ള കുഞ്ഞിനെ, ചോര പൈതലായ പെൺകുഞ്ഞിനെ, അവളെ പിറന്നു വീണത് പെൺകുഞ്ഞാണെന്ന കാരണത്താൽ അവളെ ഞാൻ ആ പച്ച മണ്ണിലേക്ക് അവളെ തള്ളിയിട്ടിട്ട് മണ്ണ് വാരിയിട്ട് ഞാനെങ്ങും നടന്നുപോയി നബിയേ. എപ്പം പൊട്ടും തിരിയാത്ത കുഞ്ഞുകുട്ടി, എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു പൈതൽ ആ മണൽ കുഴിയിൽ കിടന്ന് നിലവിളിച്ച് കരഞ്ഞു. എന്റെ ഹൃദയം അലിഞ്ഞില്ല, എന്റെ മനസ്സ് തേകിയില്ല, എന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വിറ്റു വീണില്ല നബിയേ. ഇത് പറഞ്ഞു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമൈക്കാരം പോയോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുന്നിൽ നിന്നിട്ട് പറഞ്ഞു. അന്നേരത്ത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അരയിൽ കിടന്ന മൂർച്ചയേറിയ വാൾ വലിച്ചൂരിയിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇവന്റെ തല ഞാൻ അങ്ങ് കട്ട് ചെയ്യട്ടെ നബിയേ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ, അദ്ദേഹം ഇസ്ലാമിന് ശേഷം വന്ന കാര്യമല്ല ഈ പറഞ്ഞത്, ഇസ്ലാമിന് മുമ്പ് അദ്ദേഹം ചെയ്തുപോയ പാപങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളവിടെ ഇരുന്നേ. ഇതായിരുന്നു സാഹചര്യം, ഇതായിരുന്നു ലോക സാഹചര്യം. സ്ത്രീക്ക് ജനിച്ചാൽ ആ സ്ത്രീക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഇതൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാകുമോ? ഇന്ന് എന്തിനു വേണ്ടിയാണ് മുറവിളി കൂട്ടുന്നത് ലോകം? ജീവിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിനല്ല, പഠിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിനല്ല, വളരാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിനല്ല. ഇന്നിവിടെ മുറവിളി കൂട്ടുന്നത് എന്തിനാണെന്നറിയുമോ? സഹോദരങ്ങളെ, തെരുവിന്റെ കവലയിലൂടെ നഗ്നത പ്രദർശിപ്പിക്കാനും തെരുവിന്റെ കവലയിലൂടെ മാക്സിമം തുറന്നിട്ടും മിനിമം മറച്ചും ആടാനും ചാടാനും തുള്ളിച്ചാടാനും ഇവിടെ തെരുവിന്റെ കവലകളിലൂടെ തോന്നിവാസത്തിന്റെയും നിന്യതയുടെയും നികിട്ടതയുടെയും തേർവാഴ്ചകൾ നടത്താനുമുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് മുറവിളി കൂട്ടുന്നത്. ജീൻസ് ഇടാൻ, ടീഷർട്ട് ധരിക്കാൻ, അന്താരാഷ്ട്രവും ബംഗ്ലാദേശും ആന്ധ്രാപ്രദേശും കാണിച്ച് തെരുവിന്റെ കവലയിലൂടെ ചാഞ്ഞും ചരിഞ്ഞും നടന്ന് പുരുഷ വൈകാരികളുടെ മൃദുലതകളെ അത് തട്ടി വിളിച്ചുണർത്തിയിട്ട് ഇവിടെ മാനഭംഗപ്പെടുത്തലുകളും ബലാത്സംഗങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും ആത്മഹത്യകളും അതുപോലെ ധാരാളം റാപ്പ് ആ കേസുകളും വർദ്ധിപ്പിക്കാൻ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ പറയുമ്പോൾ ലോകം തിരിയാത്ത ആളുകളെന്ന് പറഞ്ഞൊരു പക്ഷേ എന്നെ നിങ്ങൾ മുദ്ര കുത്താം, നിങ്ങൾക്കെന്നെ വെടിവെക്കാം, നിങ്ങൾക്കെന്നെ കൂക്കി വിളിക്കാം, നിങ്ങൾക്കെന്നെ കല്ലെറിയാം. ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ ദീനാണ്. അല്ലാഹുവിന്റെ ദീന് പറയാൻ ലോകത്തൊരു പൊന്നുമോനെയും പേടിക്കേണ്ടതില്ല. എന്റെ ഉസ്താദ് ആരാണ്? താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ള ആള് തങ്ങളാണ്. പലപ്പോഴും 97-ാമത്തെ വയസ്സിലും ഉള്ളാളത്ത് വെച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹംദുല്ലയും ഖാദിയുമാണ് പഠിപ്പിച്ചുകൊണ്ട് തരിക. ആ ക്ലാസ്സിനിടയിൽ പലപ്പോഴും പറയുകയാണ്, അല്ലാഹുവിന്റെ ദീന് എവിടെയും വെട്ടിത്തുറന്ന് പറയണമെടോ. അല്ലാഹുവിന്റെ ദീന് പറയാൻ ലോകത്താരെയും നിങ്ങൾ പേടിക്കേണ്ടതില്ല. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും പേടിച്ചാൽ ലോകത്തിന് ആരാണോ പേടിക്കേണ്ടത്? മഹാന്മാരായ സാദാത്തുക്കളുടെ നിർദ്ദേശം അതാണ് സഹോദരങ്ങളെ. ഇന്നിന്റെ അവസ്ഥ എന്താണ്? ഒരു 7 വയസ്സുകാരിയായ പെൺകുഞ്ഞ് അവളതാ തന്റെ വീട്ടിന്റെ അകത്തുളത്തിൽ നിന്ന് സ്കൂൾ ബാഗും തൂക്കി ഇറങ്ങി പുറപ്പെട്ടാൽ
ആ ഇറങ്ങി പുറപ്പെടുന്ന രംഗം കാണുമ്പോൾ മാതാവിന്റെ ഖൽബിൽ തീയാണ്. പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്തൊരു ചെറിയ കുഞ്ഞ് സ്കൂളിലേക്ക് പുറപ്പെടാൻ വേണ്ടി പോയാൽ കുഞ്ഞിന്റെ ആ സ്കൂൾ ബാഗും തൂക്കി ഇറങ്ങി പുറപ്പെടൽ കാണുമ്പോൾ ഉമ്മാടെ കൽബിൽ, ഓ എന്റെ കുഞ്ഞ് പഠിക്കാൻ വേണ്ടി പോകാണ്, അവള് പഠിച്ച് നല്ല സംസ്കാര സമ്പന്നയായി, നല്ല വിദ്യാഭ്യാസമുള്ള മോളായി, നാളെ എനിക്ക് താങ്ങായി തണലായി. ഒരു ചെറിയ മോൻ ക്യാമ്പസിലേക്ക്, ബർട്രാൻഡ് റസലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ക്യാമ്പസ് ഈസ് എ വർക്ക്ഷോപ്പ് ഓഫ് എ ഗോഡ് ഫോർ ക്രിയേറ്റിംഗ് എ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയുടെ സൃഷ്ടിപ്പിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പണിപ്പുരയാണ് ക്യാമ്പസ് എന്ന് ബർട്രാൻഡ് റസൽ പറഞ്ഞു. പക്ഷേ ഇന്ന് കള്ളുകുടി ആരംഭിക്കുന്നത് എവിടെയാ? ക്യാമ്പസുകളിലാ. പെണ്ണ് പിടിക്കാൻ തുടങ്ങുന്നത് എവിടെയാ? ക്യാമ്പസുകളിലാ. ചൂത് കളിക്കാനും പലിശ ഇടപാട് നടത്താനും സ്വന്തം ക്ലാസ്സിലിരിക്കുന്ന അടുത്തിരിക്കുന്ന ക്ലാസ്സുകാരൻ, ക്ലാസ്മേറ്റ് മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവും പ്രവർത്തകനുമായതുകൊണ്ട് അവനെ കമഴ്ത്തിക്കിടത്തിയിട്ട് അവന്റെ മുതുകത്ത് പേനാക്കത്തി ഉപയോഗിച്ച് സ്വന്തം പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരെഴുതിയിട്ട് മുദ്രാവാക്യം വിളിക്കുകയും കൊല നടത്തുകയും കൊലപാതകം നടത്തുകയും തേർവാഴ്ചകളും സംഘടനകളും കലാപങ്ങളും വർഗീയതകൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാ? ക്യാമ്പസുകളിൽ നിന്നാണ്. ക്യാമ്പസ് ഈസ് എ വർക്ക്ഷോപ്പ് ഓഫ് എ ഗോഡ്. നോ, ക്യാമ്പസ് ഈസ് എ വർക്ക്ഷോപ്പ് ഓഫ് എ സാത്താൻ. ശൈത്താനിന്റെ പണിപ്പുരയായി ഇന്ന് ക്യാമ്പസുകൾ മാറിക്കൊണ്ടിരിക്കുന്ന പ്രസ്തുത സാഹചര്യം. ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പെൺകുഞ്ഞ് ഉമ്മാടെ കൽബിൽ ഇന്ന് ആദിയാണ്, ഇന്ന് വെപ്രാളമാണ്, ഇന്ന് ബേജാറാണ്, ഇന്ന് ബന്ധപ്പാടാണ്. കാരണം എന്താണ്? കണ്ടില്ലേ, 7 വയസ്സുകാരിയായ പൊന്നുമോള് വീട്ടിന്റെ അകത്തളത്തിൽ നിന്നിറങ്ങി സ്കൂളിലേക്കെന്നും പറഞ്ഞു പോയതാണ്. അവളെ വൈകുന്നേര സമയമായിട്ടും കണ്ടില്ല. സ്കൂളിലേക്ക് മാതാപിതാക്കൾ അന്വേഷിച്ചു പോയപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, അതാ 3:30 മണിക്ക് സ്കൂള് വിട്ടപ്പോൾ അവളും പോയി. ഈ ക്യാമ്പസിൽ ആ കുഞ്ഞില്ല. സഹോദരങ്ങളെ, അന്വേഷിച്ചു നോക്കുമ്പോൾ എന്താണതിന്റെ ലാസ്റ്റ് എന്നറിയുമോ? ആ കുഞ്ഞിനെ കാത്തിരുന്ന മാതാവിന്റെ മുന്നിലേക്ക് വന്നത് ജീവനുള്ള കുഞ്ഞായിരുന്നില്ല. സ്കൂളിലേക്ക് ബാഗും തൂക്കി ഇറങ്ങിപ്പോയ കുട്ടി തിരിച്ച് സ്കൂൾ ബാഗുമായിട്ട് ജീവനോടെ വീട്ടിലേക്ക് മടങ്ങി വന്നില്ല. മറിച്ച് ആ 7 വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടിയെ സ്കൂള് വിട്ട് മടങ്ങി വരുന്ന വഴിയിൽ പതിയിരുന്നൊരു കാമപ്രാന്തനായ 48 വയസ്സുകാരൻ ആ 7 വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടിയെ പിച്ചി ചീന്തി കടിച്ചു കീറി ചവച്ചുതുപ്പി കൊന്നുകളഞ്ഞു. ആ കൊന്നുകളഞ്ഞ് പൊന്തക്കാട്ടിൽ വലിച്ചെറിഞ്ഞ 7 വയസ്സുകാരിയായ കുഞ്ഞിന്റെ മൃതദേഹം ആംബുലൻസിൽ പ്രിയപ്പെട്ട മാതാവ് സ്കൂൾ ബാഗും തൂക്കി സ്കൂളിൽ വിട്ട് മടങ്ങി വരുന്ന പൊന്നുമോളെ കാത്തിരുന്നപ്പോൾ ആ മാതാവിന്റെ തിരുമുന്നിലേക്ക് ഏതോ ഒരു കാമപ്പിരാന്തൻ ചവച്ചുതുപ്പിയ ഡെഡ് ബോഡിയായിട്ട് 7 വയസ്സുകാരിയായ കുഞ്ഞുമോള് വീട്ടിന്റെ അകത്തളത്തിലേക്ക് വന്നു. ഇതൊന്ന് വർത്തമാനകാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ 7 വയസ്സുകാരികളുണ്ട്. തൃശൂർ ജില്ലയിലെ ചന്ദ്രാപിണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് 7 വയസ്സുകാരിയായ ചെറിയ കുഞ്ഞിനെ 13 വയസ്സുകാരനായ കുട്ടി കടയിൽ സാധനം വാങ്ങാൻ വന്നതാണ്. കുഞ്ഞുമോള് അവനും അതേ കടയിൽ സാധനം വാങ്ങാൻ വന്നതാണ്. 13 വയസ്സുകാരനാ കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ചിട്ട് നടക്കുകയാണ്. കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് 7 വയസ്സുകാരിയായ കുഞ്ഞിന്റെ കയ്യിൽ ഒരു മിഠായി മേടിച്ചു കൊടുത്ത് കേവലം 13 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞുമോൻ, വാപ്പമാരെ നിങ്ങളുടെ വീട്ടിൽ 13കാരില്ലേ? എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ, നിങ്ങളുടെ വീടുകളിൽ 13 വയസ്സുകാരായ ആൺകുട്ടികളില്ലേ? 7 വയസ്സ് പ്രായമുള്ള ചെറിയ പെൺമക്കളില്ലേ? 7 വയസ്സ് പ്രായമുള്ള ചെറിയ കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ചിട്ട് മിഠായി മേടിച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് 13 വയസ്സുകാരനായ പൊന്നുമോൻ. സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട പൊന്നുമോൻ, എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട പൊന്നുമോൾ അവളൊന്നും അറിഞ്ഞില്ല.
അവന്റെ കയ്യിൽ പിടിച്ച് അയൽപക്കക്കാരനായ സൗഹൃദമുള്ള ഇക്കാക്കയാണ്, ഇച്ഛയാണ്. അതാ അവൾ ആ സൗഹൃദത്തിലും സന്തോഷത്തിലും അവനോട് കളിതമാശ പറഞ്ഞ് നിഷ്കളങ്കയായ നിസ്വാർത്ഥയായ കുഞ്ഞുമോള് ഒരു പൂമ്പാറ്റയെപ്പോലെ അവനോടൊന്നിച്ച് പറക്കുകയാണ്. ആൾപ്പാർപ്പില്ലാത്ത ആരുമാരുമില്ലാത്ത കെട്ടിടത്തിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടുപോയിട്ട് 13 വയസ്സുകാരനായ ചെറിയ കുട്ടി 7 വയസ്സുകാരിയായ കുഞ്ഞിനെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്റെ വാപ്പമാരെ, നിങ്ങൾക്ക് കാതുകളുണ്ടോ? എന്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് കൽബുകളുണ്ടോ കേട്ടിരിക്കാൻ? നിങ്ങളുടെ വീടുകളിലെ 13 വയസ്സുള്ള പൊന്നുമോന്റെ മുഖമൊന്ന് ഓർമ്മിച്ചേ വാപ്പാ. നിങ്ങളുടെ വീട്ടിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന 7 വയസ്സുകാരിയായ പൊന്നുമോളുടെ മുഖമൊന്ന് ചിന്തിച്ചേ വാപ്പാ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ആ കുഞ്ഞുമോള് കരയുമെന്നും സംഗതി പുറത്തറിയുമെന്നും മനസ്സിലാക്കിയ 13 വയസ്സുകാരനായ ചെറിയ കുട്ടിയുണ്ടല്ലോ, അടുത്ത് കിടന്നരാ ഒരു വലിയ കരിങ്കൽ കഷ്ണമെടുത്ത് അവളുടെ തലയടിച്ച് പൊട്ടിക്കുകയാണ്. തലച്ചോറ് പുറത്തു ചാടി ചെറിയ കുഞ്ഞുമോള് ആരുമാരുമില്ലാത്ത കെട്ടിടം പണി നടക്കുന്ന ആൾപ്പാർപ്പില്ലാത്ത കെട്ടിടത്തിന്റെ അകത്തളത്തിൽ ഒരു ജനാസയായി കിടക്കുകയാണ്. അവസാനം പോലീസുകാരവനെ അറസ്റ്റ് ചെയ്തു. എത്ര വയസ്സുകാരൻ? 13 വയസ്സുകാരനായ കുട്ടിയെ. ആ സംഘാടകരൊന്ന് വരാമോ? ബക്കറ്റുണ്ടോ കയ്യിൽ? നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ഉപ്പമാരെഴുന്നേക്കണ്ട, പ്രായമുള്ള ഒരു സുഖമില്ലാത്തൊരു എഴുന്നേക്കണ്ട, നമ്മളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത്, 3 സ്വലാത്ത് നല്ല റാഹത്തോടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സദസ്സ് സ്വദഖയുടെ മജ്ലിസാണ്, ഈ സദസ്സ് ഇൽമ പറയുന്ന മജ്ലിസാണ്, ഈ സദസ്സ് സഹോദരങ്ങളെ സ്വലാത്തിന്റെ മജ്ലിസാണ്. നമുക്ക് ദുആഇന് ഇജാബത്ത് കിട്ടാൻ അല്ലാഹു അനുഗ്രഹമാക്കുന്ന നല്ല മജ്ലിസായി നമ്മുടെ മജ്ലിസ് മാറണം. അതുകൊണ്ട് നിങ്ങൾ നല്ല ഇഖ്ലാസോടെ ഒരു 3 സ്വലാത്ത് നല്ല കണ്ണുകളടച്ച് കൽബുകൾ തുറന്ന് മദീനയിലേക്ക് വെച്ച്, അൽ ഈമാനു യഅരിസു ഇലൽ മദീന കമാ തഅരിസുൽ ഹയ്യതു ഇലാ ജുഹ്ദിഹാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മദീനയിലേക്ക് കൽബുകൾ തുറന്നു വെച്ച് ആത്മാർത്ഥമായി കണ്ണടച്ച് കൽബുകൊണ്ട്, ആ കൽബിലൂടെ നാവ് കൊണ്ട് നിങ്ങൾ വിളിക്കുക, അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അസ്സലാത്തു. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة والحبيب العربي ارتكبت على الخطا غير حسر بعداد لك اشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة ലോകൈക രക്ഷിതാവായ നാഥ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് മദീനയിലെത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആ ബറക്കത്ത് കൊണ്ട് ഹബീബിനെ സന്തോഷിപ്പിക്കണേ അല്ലാ. ആ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ പാപങ്ങളെ പുറത്തു തരണേ റഹ്മാനേ. രോഗങ്ങളെ ശിഫയാക്കി തരണേ റഹ്മാനേ. ഖൽബുകളൊന്ന് നന്നാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വീടിന്റെ പണി നടക്കുന്നവർക്ക് പൂർത്തിയാക്കണേ അല്ലാ. കടം കൊണ്ട് കൈവലഞ്ഞു പോയവർക്ക് കടം വീട്ടിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ, രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർക്ക് നീ രോഗം ശിഫയാക്കണേ അല്ലാ. എന്ത് നല്ല മുറാദ് ഖൽബിൽ വെച്ച് ആര് ഈ നല്ല മജ്‌ലിസിനെ സഹായിച്ചാലും അവരുടെ സദുദ്ദേശം നീ സഫലമാക്കണേ അല്ലാ.
അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാര്, ഉസ്താദുമാര്, ഭാര്യമക്കള്, ബന്ധുമിത്രാദികള്, സ്നേഹജനങ്ങള്, സഹപാഠി സുഹൃത്തുക്കള്, സഹകാരികള്, ഭക്ഷണം തന്നവര്, ദുആ വസിയ്യത്ത് ചെയ്തവര്, ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, ഞങ്ങളുടെ മജ്‌ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവർ, ഞങ്ങൾ മജ്‌ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ, നൽകിയവർ, ഇന്നുവരെ ഏതെല്ലാം സദസ്സിൽ പോയപ്പോൾ എന്തൊക്കെ കാര്യത്തിന് ആരോടൊക്കെ ചോദിച്ചോ അവരുടെ നാട് നിനക്കറിയും, പേര് നിനക്കറിയും, ആവശ്യങ്ങൾ നിനക്കറിയും. അല്ലാഹുവേ, നീ എല്ലാവർക്കും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് വീട്ടിക്കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരൊറ്റയാളെയും ഖായിബാക്കല്ലേ അല്ലാ. ഈ സംഘാടകരായ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ആ സംഘാടകർ ബക്കറ്റുമായി നിങ്ങളടുത്ത് വരും. നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുക. അവർ പാവങ്ങൾക്ക് സഹായിക്കുന്ന സംഘടനയാണ്. ഒരുപാട് നല്ല സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കുട്ടികളാണ്. അല്ലാഹു അവരെ കബൂലാക്കുമാറാകട്ടെ. നിങ്ങളെല്ലാ നല്ല കാര്യങ്ങൾക്ക് നമ്മളെല്ലാവരെയും പിന്തുണയ്ക്കണം സഹോദരങ്ങളെ. നിങ്ങളെല്ലാവരും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാതെ വളരെ ആത്മാർത്ഥമായി ഒരു 20 രൂപ, ഒരു 100 രൂപ, ഒരു 50 രൂപ, ടിക് 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 ഇങ്ങനെ ശബ്ദം കേൾക്കാൻ പാടില്ല. ആ ഉമ്മമാരുടെ ഭാഗത്തേക്ക് ഏതെങ്കിലും ചെറിയ മക്കളെ പറഞ്ഞുവിട്. ഉമ്മമാരും കാര്യമായി സഹകരിക്കും. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, ജനിക്കാൻ പോലും ഇന്നത്തെ കാലത്തെന്താ, ഇന്ന് ഗർഭാശയങ്ങൾ കൊലക്കളമാകുന്ന കാലമാണ്. എങ്ങനെ സഹോദരങ്ങളെ, നിങ്ങൾ അന്തം വിട്ടുപോകും. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് പ്രതിവർഷം 20 ലക്ഷത്തിലധികം ഭ്രൂണഹത്യകളാണ് ലോകത്ത് നടക്കുന്നത്. 20 ലക്ഷത്തിലധികം ഭ്രൂണഹത്യകൾ എവിടെ നടക്കുകയാണ്? ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത്. പഴയ കാലഘട്ടത്തിൽ കുഞ്ഞ് പ്രസവിച്ചതിന് ശേഷമാണ് കുഴിച്ചിടുക. ജനിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഭൂമിലോകത്തേക്ക് ജനിക്കാൻ സ്വാതന്ത്ര്യമില്ല. അകത്തളത്തിൽ വെച്ച് തന്നെ ഗർഭാശയങ്ങളെന്ന് പറഞ്ഞാൽ, മാതാവെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പ്രപഞ്ചത്തിലെ പ്രതീകമായ മാതാവിന്റെ അതാ പെൺകുഞ്ഞാണ് ജനിച്ചതെന്നറിഞ്ഞാൽ ആ പെൺകുഞ്ഞിനെ മാതാവിന്റെ ഉദരത്തിലിട്ട് കശാപ്പ് ചെയ്ത് കളയുന്ന മോഡേൺ സയൻസിന്റെ, മോഡേൺ ടെക്നോളജിയുടെ പുതിയ നശിച്ച കണ്ടുപിടുത്തം ഈ ഇന്ത്യ രാജ്യത്ത് പോലും പ്രതിവർഷം 20 ലക്ഷത്തിലധികം വരുന്ന പെൺമക്കളെ അരും കൂട്ടക്കൊലയ്ക്ക് വിധേയപ്പെടുത്താൻ അത് ചെയ്യുന്നതാരാണ്? ഹൈ ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഗൈനക്കോളജിസ്റ്റാണ്. അതാ നല്ല എക്സ്പെർട്ടുള്ള സർജറി ചെയ്യുന്ന സർജനാണ്. ആരാണ് ആ ഭ്രൂണഹത്യ ചെയ്യുന്നത്? സാധാരണക്കാരനല്ല, വിവരമില്ലാത്തവരല്ല. പണം കൊടുത്താൽ ഏത് ഹോസ്പിറ്റലിലെയും ഉന്നതനായ ഗൈനക്കോളജിസ്റ്റ് അത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മിക്കവാറും ചെയ്യുന്ന ഗൈനക്കുകളെല്ലാം സ്ത്രീകളാണ്. ഇവിടെ ഭൂരിപക്ഷവും എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ ഡെലിവറി ടൈമായാൽ നിങ്ങൾ സമീപിക്കുന്നത് ആരെയാണ്? നിങ്ങളൊരു ലേഡിയായ ഗൈനക്കോളജിസ്റ്റിനെയാണ് സെലക്ട് ചെയ്യുക. ഒരാണായ അതാ ഒരു പുരുഷനായ ഗൈനക്കിനെ സെലക്ട് ചെയ്യുന്നവർ വളരെ റയറാണ്. സ്ത്രീകളാണ് അധികവും ഗൈനക്കോളജിസ്റ്റുകളായി ഇന്ന് പല ഹോസ്പിറ്റലുകളിലും ഡെലിവറി നടത്താനും സർജറി നടത്താനും അതിന്റെ കൺസൾട്ടിങ്ങിന് വേണ്ടിയുമൊക്കെ ഇരിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ത്രീക്ക് ജനിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷേ അത് പെൺകുഞ്ഞാണ് ജനിച്ചതെന്നറിഞ്ഞപ്പോൾ അഭിമാനക്ഷതമുണ്ടായിട്ട് അവർ കുഴിച്ചുമൂടിയെന്നാൽ ഇന്നതാ 21st സെഞ്ചുറി ആയപ്പോൾ, 21ാം നൂറ്റാണ്ടായപ്പോൾ
സ്ത്രീകളെ സ്ത്രീകൾ തന്നെ കൊന്നൊടുക്കുകയാണ്. ഗൈനക്കുകളായ ഉന്നത വിദ്യാഭ്യാസം നേടിയ നല്ല സർജറിയിൽ എക്സ്പെർട്ടായ സഹോദരങ്ങളെ എല്ലാ അർത്ഥത്തിലും സമൂഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ തന്നെ സ്ത്രീയുടെ ഉദരത്തിലേക്ക് കത്രിക കയറ്റിയിട്ട് പച്ചയായി കിടക്കുന്നൊരു കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കത്രിക വെച്ച് മുറിച്ച് കട്ട് ചെയ്ത് കളയുന്ന വളരെ നിന്ദ്യവും നികൃഷ്ടവും മ്ലേച്ഛവും ക്രൂരവുമായ ഒരു പ്രവർത്തനമാണെന്ന് ആധുനാധുനിക ലോകത്ത് മോഡേൺ സയൻസിന്റെയും ടെക്നോളജികളുടെയും സഹായത്തോടെ ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിലെ യുവത്വവും അതിനു വേണ്ട എല്ലാ പിന്തുണകളും നൽകിക്കൊണ്ട് ലോകവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഉമ്മ, എന്റെ പൊന്നു പെങ്ങളെ, ലോകത്ത് നീ ജനിക്കുന്നത് ഇഷ്ടമില്ലാത്ത കാലത്താണ് നീ ജീവിക്കുന്നതെന്ന് ഓർമ്മിച്ചുകൊള്ളുക. ഒരു പിറന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ അതാ പുരുഷനിഷ്ടമില്ല തനിക്ക് പെൺകുഞ്ഞ് ജനിക്കാൻ വളരെ റയറാണ്. ഞാൻ ഖൽബ് തുറന്നു പറയട്ടെ സഹോദരങ്ങളെ, എത്രയോ പുരുഷന്മാരെ ആഗ്രഹിക്കുകയാണ് തനിക്കൊരാൺകുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ. പെൺകുഞ്ഞ് ജനിക്കുന്നത് പെണ്ണിന് തന്നെ ഇഷ്ടമല്ല. ഇനി അഥവാ ഭർത്താവിന് ഇഷ്ടമാണെങ്കിലും ഭർത്താവിന്റെ ഉമ്മാക്കിഷ്ടമല്ല. ഇനി അഥവാ ഭർത്താവിന്റെ ഉമ്മാക്കിഷ്ടമായാലും ഭാര്യയ്ക്ക് ഇഷ്ടമല്ല തനിക്ക് പെൺകുഞ്ഞ് ജനിക്കുന്നത്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോ മുസ്ലിയാരെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെയാണ്, അതൊക്കെ വായ്ത്താളം കൊണ്ട് വാഗൊണ്ട് നാക്കുകൊണ്ട് ബിരിയാണി വെക്കാമെന്നല്ലാതെ യഥാർത്ഥമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു സഹോദരൻ എന്നെ വിളിച്ചു. ഏതോ ഒരു നാട്ടിൽ നിന്ന് സൗദിയിലോ മറ്റോ പോയ സഹോദരനാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് കരയുകയാണ്. ഉസ്താദേ, എന്റെ ഉമ്മ പറയുകയാണ് നിന്റെ ഭാര്യയെ നീ ഇപ്പോൾ തലാഖ് ചൊല്ലണമെന്ന് പറയുകയാണ്. കാരണം എന്താണെന്നറിയുമോ? എന്റെ ഭാര്യ പ്രസവിച്ചത് 4 പെൺകുഞ്ഞുങ്ങളാണ്. എന്റെ ഭാര്യ പ്രസവിച്ചത് 4 പെൺകുഞ്ഞുങ്ങളായ കാരണം കൊണ്ട് ആ 4 പെൺകുഞ്ഞുങ്ങളെ പ്രസവിച്ച പെണ്ണിനെ നിനക്ക് വേണ്ടടാ. ഒരാൺകുഞ്ഞിനെ ആഗ്രഹിച്ച് എത്ര കാലമായി ഞാനിവിടെ ഇരിക്കുകയാണ്. ആ പെണ്ണിനെ നീ അങ്ങ് തലാഖ് ചൊല്ലടാ എന്ന് എന്റെ പ്രിയപ്പെട്ട മാതാവ് എന്നോട് നിർബന്ധിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മാതാവ് എന്നോട് നിർബന്ധിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു വേള ആലോചിച്ചു നോക്ക്. ആ മാതാവ് പെണ്ണാണെന്ന ബോധ്യം ആ മാതാവിനില്ല. ആ മാതാവിനെ പ്രപഞ്ചത്തിലേക്ക് ഇബ്ലീസ് റളിയല്ലാഹുവൊന്നുമല്ല, ഇബ്ലീസ് എവിടെയെങ്കിലും നോക്കിക്കൊണ്ടിരുന്ന ഇബ്ലീസിന്റെ പേരിട്ട് തളയത്തിയല്ല. ഇബ്ലീസിന് ഇഷ്ടമുണ്ടോ ഈ സദസ്സ്? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാ. ഉണ്ടോ? ഇല്ല. ഏതായാലും നിങ്ങൾ ഈ സദസ്സിൽ വന്നുപോയി. ഇനിയിപ്പോ ഇബ്ലീസ് എന്താ ചെയ്യാ? ഏതായാലും നിങ്ങൾ ഈ സദസ്സിൽ വന്നുപോയി. ഇനിയിപ്പോ ഇബ്ലീസ് എന്താ ചെയ്യാ? റോഡിന്റെ അടുത്താന്നല്ലേ. കുറെ ആളിങ്ങനെ നടന്നു പോകും. സ്കൂട്ടർ പോവും, മോട്ടോറിക്ഷ പോവും, ബസ് പോവും, കാറ് പോവും. അപ്പൊ ഇബ്ലീസ് എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മുടെ മനസ്സിൽ തട്ടും. പോണു, സ്കൂട്ടർ പോകുന്നു, അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. ഇബ്ലീസ് നമ്മുടെ മനസ്സിൽ തട്ടി നമ്മളെ വിളിക്കും. കൂട്ടരെ, നമ്മൾ ഈ സ്കൂട്ടർ കണ്ടിട്ടില്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടു, കണ്ടിട്ടുണ്ടു. മോട്ടോറിക്ഷ ടൂർന്ന് പോ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കാറ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. പിന്നെന്തിനാ വീണ്ടും നോക്കുന്നത്? അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇബ്ലീസ്. ഇബ്ലീസിന്റെ പേര് കേട്ടിട്ട് ചിലരെങ്കിലും ലാനത്തുള്ള ചെല്ലാതിരിക്കുന്നുണ്ട്. ഇബ്ലീസിന്റെ പേര് കേട്ടിട്ട് ലാനത്ത് ചെല്ലാതിരുന്നാൽ അവർക്ക് ഇബ്ലീസുമായി ടൈയപ്പുണ്ടെന്നാണ്. ഒരാന ഇതിലൂടെ പാസ് ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ തരക്കേടില്ല. കാരണം ആന എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനമാണ്. അത് വലിയ മുറം പോലത്തെ ചെവി ഇങ്ങനെ ആട്ടി, വലിയ കൊമ്പിങ്ങനെ കുലുക്കി, തൂണുപോലത്തെ കാലൊക്കെ ഇങ്ങനെ വെച്ച്, വലിയ ശരീരമൊക്കെ ആയിട്ട് ഇങ്ങനെ പോണത് കാണാൻ, തുമ്പിക്കൈയായിട്ടൊക്കെ ഇങ്ങനെ ആട്ടി വീശി കുലുക്കിയൊക്കെ നടന്ന് പോണത് കാണാൻ ഒരു പ്രത്യേക കലയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയിൽപ്പെട്ടൊരു സൃഷ്ടി. അതൊരു 100 പോയി 101 പോയാലും നമ്മൾ നോക്കും. പിന്നെ ഈ മോട്ടോറിക്ഷയെ കാണാത്തവര്, സ്കൂട്ടർ കാണാത്തവര്,
കാറ് കാണാത്തവര്, ഈ ഓട്ടോറിക്ഷയും സ്കൂട്ടറും മോട്ടോർ സൈക്കിളും ഒന്നും കാണാത്തവരാരോ നമ്മളല്ല. പിന്നെ ഈ സദസ്സിൽ നിങ്ങളിരിക്കുന്നത് ആർക്കിഷ്ടമല്ല? കേട്ടില്ല? ലഅനത്തുല്ലാഹി അലൈഹി, അവനിഷ്ടമല്ല. അതുകൊണ്ട് നമ്മളോട് പറയും, അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ നോക്കിയോ, ഇത് ഞാൻ പറഞ്ഞാലും ശരി, ചില ആളുകൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് നോക്കിപ്പോവും. നമ്മൾ ആലോചിച്ചു നോക്കിയാൽ വല്ല കാര്യമുണ്ടോ അങ്ങോട്ട് നോക്കുന്നതിൽ? കഥയില്ലായ്മയല്ലാതെ വല്ല കഥയുണ്ടോ? ഉറപ്പല്ലേ? ഷുവർ, ഡെഫിനറ്റ്ലി ഇല്ല, ഉറപ്പായിട്ടില്ല. പിന്നെന്തിനാണ് നമ്മൾ വീണ്ടും നോക്കുന്നത്? അതാണ് ഇബ്ലീസ്. ഇബ്ലീസിന് ഇഷ്ടമല്ല. കാരണം ഇത് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്ലിസ്, വിജ്ഞാനത്തിന്റെ സദസ്, അത് സ്വർഗീയ ഉദ്യാനങ്ങളിൽപ്പെട്ട ഉദ്യാനമാണ്. മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറു ശരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അത് സ്വർഗീയ ഉദ്യാനമാണെന്ന് പ്രപഞ്ചത്തിൽ പഠിപ്പിച്ച നേതാവ് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതേ ടെക്നിക്കൽ ഫോം ഉപയോഗിച്ചു പറഞ്ഞു, ഈ സദസ്സ് അത് ഇൽമിന്റെ മജ്ലിസാണ്, അത് സ്വർഗീയ ഉദ്യാനങ്ങളിൽപ്പെട്ട ഉദ്യാനമാണ്. ആ ഉദ്യാനത്തിൽ ഇപ്പൊ അങ്ങനെ നിങ്ങൾ ഇഖ്ലാസോടെ ഇരിക്കേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് പിശാചി നമ്മളെ ക്ഷണിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എവിടെയാണ്? എവിടാ പറഞ്ഞു വന്നേ? കുറച്ചൊക്കെ ഉണ്ട്, ഓർമ്മയിലുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, അത് ചെയ്യുന്നത് ആരാ? സാധാ ലോക്കൽ ആളുകളല്ല, ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പൊന്നു പെങ്ങളെ, ആ പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് പറയുകയാണ്, ഉസ്താദേ, എന്റെ ഉമ്മ പറയുന്നു അവളെ തലാഖ് ചെല്ലാൻ. അവൾ ചെയ്ത തെറ്റെന്താണ്? 4 പെൺകുഞ്ഞുങ്ങൾക്ക് അവൾ ജന്മം നൽകി എന്നതാണ് അവൾ ചെയ്ത തെറ്റ്. പെൺകുഞ്ഞുങ്ങളെ ജന്മം നൽകിയത് അവളുടെ തെറ്റാണോ? പ്രസവിച്ചത് അവളുടെ തെറ്റാണോ? ഇങ്ങനെ മനുഷ്യന്റെ മനസ്സ് ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ നൂറ്റാണ്ടിൽ എന്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ, ഇന്നും മാന്യമായി നടന്നു പോകാൻ ഒരു പെണ്ണിനും സ്വാതന്ത്ര്യമില്ലാത്ത ലോകമാണ്. നിങ്ങളറിയുമോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാ? ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിമാരിൽ ഒരാളാ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചക്രവർത്തിമാരിൽ ഒരാളാണ് സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അറിയുമോ നിങ്ങൾക്ക് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ ഇന്ത്യ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റിയിട്ട് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നിറതോക്കുകൾക്ക് മുന്നിൽ പെരുമാറ് കാണിച്ച് പോരാട്ടം നടത്തിയ, സത്യവും അഹിംസയും എന്ന മുദ്രാവാക്യം മുഴക്കിയ സഹോദരങ്ങളെ, ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും മുസൽമാന്റെയും കൈകൾ പിടിച്ച് മാറോടണച്ച് ചേർത്ത് കൂട്ടിപ്പിടിച്ചിട്ട്, നമ്മളൊക്കെ ഹൈന്ദവരല്ല, ക്രൈസ്തവരല്ല, മുസൽമാന്മാരല്ല, നമ്മളെ മുസൽമാനാകുമ്പോഴും ഇന്ത്യക്കാരനാ, ഹൈന്ദവനായിരിക്കുമ്പോഴും ഇന്ത്യക്കാരനാ, ക്രൈസ്തവനായിരിക്കുമ്പോഴും ഇന്ത്യക്കാരനാ. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നമ്മൾ അവരവരുടെ മതങ്ങളിൽ വിശ്വസിക്കുന്നതോടൊപ്പം നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിക്കേണ്ടവരാ. ബ്രിട്ടീഷുകാരൻ ഈ രാജ്യത്തോട് ഒരു കൂറുമില്ലാത്തവനാ. ഇവിടെ അവൻ അടക്കി ഭരിക്കുകയാ. അവന്റെ ബൂച്ചുകൾക്കുള്ളിൽ ചവിട്ടി മതിക്കപ്പെടേണ്ടവരല്ല നമ്മൾ ഇന്ത്യക്കാര്. നിങ്ങൾ വരൂ എന്ന് വിളിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തേർവാഴ്ചകൾക്കെതിരെ അണിനിരത്തിയ സഹോദരങ്ങളെ, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ബീജാഭാവം നൽകിയ, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ രാഷ്ട്രപിതാവായി വാഴ്ത്തപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1945 മദ്രാസിലെ മീനമ്പക്കത്ത് വെച്ച്
ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അവിടെ ഒരുമിച്ചുകൂടിയ ആയിരക്കണക്കിന് ഇന്ത്യക്കാരുണ്ടായിരുന്നു. അവരിൽ മുസൽമാനും ക്രൈസ്തവനും ഹൈന്ദവനും എല്ലാം അടങ്ങുന്ന വഞ്ചനാവലി ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഒരുമിച്ചുകൂടിയ ആ വലിയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഇന്ത്യക്കാരെ നമ്മളെ വിട്ടേച്ച് ബ്രിട്ടീഷ് പട്ടാളത്തെ നമ്മൾ തോൽപ്പിക്കേണ്ടതുണ്ട്. അവർ ഇന്ത്യ രാജ്യം വിട്ടിട്ട് പോകേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യം വിട്ടിട്ട് ബ്രിട്ടീഷ് പട്ടാളം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പ്രവാചകന്റെ അനുയായിയായ ഖലീഫ ഉമർ ബിൻ ഖത്താബ്, പ്രവാചകന്റെ അനുയായിയായ ഖലീഫ ഉമർ ബിൻ ഖത്താബ്, ആ തങ്ങളുടെ ഭരണസാരഥ്യമാണ് ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി ഈ ഇന്ത്യ രാജ്യത്തെ ആഗ്രഹിക്കുന്നതെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഭാഷണം നടത്തി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ പ്രത്യേകത എന്താണ്? 10 ലക്ഷം ചതുരശ്ര മൈൽ വിസ്താരമുള്ള അറേബ്യയിലെ മഹത്തായ മഹാസാമ്രാജ്യത്തിൽ ഏത് 9 വയസ്സുകാരിക്കും, ഏത് 16 വയസ്സുകാരിക്കും, ഏത് മധുര 17കാരിക്കും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഒറ്റയ്ക്ക് സ്വതന്ത്രമായി നടക്കാൻ പറ്റുന്നൊരന്തരീക്ഷം ലോക ചരിത്രത്തിൽ സയ്യിദനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക് റിപ്പബ്ലിക് അറേബ്യൻ ഭൂഖണ്ഡത്തെ 10 ലക്ഷം ചതുരശ്ര മൈൽ വിസ്താരമുള്ള മഹത്തായ ആ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ലാതെ ഉണ്ടായിരുന്നില്ല ലോക ചരിത്രത്തിൽ. സഹോദരങ്ങളെ, ഗൗരവത്തോടെ ആലോചിക്കാൻ വേണ്ടി പറയാണ്. അന്ന് വല്ല ചെന്നായയും പിടിച്ചാലായി. ഹദീസാണ്. വല്ല പിടിമൃഗങ്ങളോ ആക്രമിക്കും. അതല്ലാതെ ഏതു പാതിരാത്രി എന്നില്ല, ഏതു പകലെന്നില്ല, ഏതൊരു പെൺകിടാവിനും അതാ സ്വൈരത്തോടെ, സ്വസ്ഥതയോടെ, സമാധാനത്തോടെ അറേബ്യയുടെ തെരുവുകളിലൂടെ, ഗ്രാമങ്ങളിലൂടെ നടക്കാൻ പറ്റുന്ന മനോഹരമായൊരന്തരീക്ഷമുണ്ടായിരുന്നു സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കാലഘട്ടത്തിൽ. സഹോദരങ്ങളെ, നിങ്ങൾ ഗൗരവത്തോടെ ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, നിങ്ങളതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളെ വീട് വിട്ടുപോലും പുറത്തിറങ്ങാൻ പാടില്ല. കണ്ടില്ലേ, മദീനയിലൊരു സഹോദരി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നോട് പറഞ്ഞു, മോളെ, ഞാനൊരു സുദീർഘമായ യാത്രയ്ക്ക് പോകുകയാണ്. യാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നതുവരെ എന്റെ വീടിന്റെ കാമ്പൗണ്ട് വിട്ട് നീ പുറത്തിറങ്ങാൻ പാടില്ല. ഭർത്താവ് അത് പറഞ്ഞിട്ടങ്ങ് പോയി. സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്, ആ സഹോദരിയുടെ പ്രിയപ്പെട്ട പിതാവിന് വല്ലാത്ത രോഗമായി. പിതാവ് മകളെ കാണാൻ അതിയായി ആഗ്രഹിക്കുകയായി. ഒന്ന് വരുമോ മോളെ, ഈ പിതാവിന് നിന്നെ ഒന്ന് കാണാൻ ഉത്കടമായ ആശയുണ്ട്, ആഗ്രഹമുണ്ട്. ഒന്ന് കാണാൻ വരുമോ മോളെ? സഹോദരങ്ങളെ, മദീനയിലെ നേരത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയമാണ്. ആ ഉറങ്ങുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് വിളിച്ച് പരസ്പരം നോക്കുക. ആരെങ്കിലും അടുത്തിരിക്കുന്ന ആൾ ഉറങ്ങുന്ന നോക്കിയേ, ഫേസ് ടു ഫേസ് പരസ്പരം നോക്കിയേ. ചിലപ്പോൾ നിങ്ങൾ അറിയണ്ടാവില്ല, പലരും ഉറങ്ങുണ്ടാവും. കാരണം ജോലി തിരക്ക്, ക്ഷീണം, അതൊക്കെ ആയിട്ട് ക്ഷീണിച്ച് സദസ്സി വന്നിരിക്കുമ്പോൾ അറിയാതെ ഈ താരാട്ട് കേട്ടിങ്ങനെ ഉറങ്ങിപ്പോവും. സുബ്ഹാനല്ലാഹ്. ചില ആൾക്കാർക്ക് എത്ര ശബ്ദം കേട്ടിങ്ങനെ ഉറങ്ങുന്നത് പ്രത്യേക സുഖമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അപ്പോൾ ആ സഹോദരി പറഞ്ഞു, എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത് വീട് വിട്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ്. ഞാൻ പിന്നെ എങ്ങനെ വീട് വിട്ടിറങ്ങും? മോളെ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് നിന്നെ വിളിക്കുന്നത്. ഉപ്പയാണ്. ഉപ്പാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ വീട് വിട്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ്.
എങ്ങനെയാണ് പിതാവേ എന്റെ ഭർത്താവിനെ ലംഘിച്ച് ധിക്കരിച്ച് ഞാൻ കടന്നു വരിക? അന്ന് മദീനയിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന സമയമാണ് സഹോദരങ്ങളെ. ഈ സഹോദരി ഒരു ദൂതനെ പറഞ്ഞു വിട്ടിട്ട് മദീനയിലെ രാജാവിനോട് പെർമിഷൻ ചോദിച്ചു, നബിയേ എന്റെ ഭർത്താവ് നാട്ടിലില്ല നബിയേ. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ എന്റെ വീട് വിട്ട് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് അദ്ദേഹം നിർദ്ദേശം വെച്ചു നബിയേ. ഞാനിതെന്തു വേണം നബിയേ? അന്നേരത്ത് ലോകത്ത് മാതാവിന്റെ മഹത്വം പഠിപ്പിച്ചതാരാണ്? മുഹമ്മദ് മുസ്തഫ. ലോകത്ത് പിതാവിന്റെ മഹത്വം പഠിപ്പിച്ചതാരാണ്? മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ബന്ധങ്ങളുടെയും ലോകത്ത് കുടുംബ ബന്ധങ്ങളുടെ മഹത്വവും മഹിതവും മഹാത്മ്യവും പഠിപ്പിച്ചു തന്ന നേതാവ് ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഈ പെങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത് വീട് വിട്ട് പുറത്തിറങ്ങരുതെന്നാണ്, ഞാൻ എന്തു ചെയ്യണം? അന്നേരത്തെ ആ സഹോദരി പറഞ്ഞു വിട്ട ദൂതനോട് ഹബീബ് പറഞ്ഞു, അതീഇ സൗജകി, അതീഇ സൗജകി. നീ ആ പെങ്ങളോട് പോയി പറയണം, മോളെ നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കണേ. നീ നിന്റെ ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ വീട് വിട്ട് പുറത്തിറങ്ങരുതേ. നീ നിന്റെ ഭർത്താവിനെ വഴിപ്പെടണേ. ഉമ്മാടെ മഹത്വം ലോകത്ത് പഠിപ്പിച്ച നേതാവ് പറയുകയാണ്, പിതാവിന്റെ മഹത്വം ലോകത്ത് പറഞ്ഞു തന്ന നേതാവ് പറയുകയാണ്. സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്. ആ ദൂതൻ മടങ്ങിച്ചെന്ന് പെങ്ങളോട് പറഞ്ഞു, ഹബീബ് പറഞ്ഞത് ഇങ്ങനെയാണ്, വീട് വിട്ട് ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ ഇറങ്ങരുത്. അന്നത്തെ പോലെ മൊബൈൽ ഫോണില്ല, വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാൻ നിർവാഹമില്ല, ഫേസ്ബുക്കിൽ മെസ്സേജ് ഇടാൻ വകുപ്പില്ല, ഇന്റർനെറ്റില്ല, ഗൂഗിളില്ല. സഹോദരങ്ങളെ, ആ പിതാവ് സക്കറാത്തിന്റെ ഹാലിലേക്ക് പോകുകയാണ്. വീണ്ടും ഒരു ദൂതനെ പറഞ്ഞു വിട്ടു, ഒന്ന് വരുമോ പൊന്നുമോളെ, ഈ പിതാവിന് നിന്നെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. അവസാനം സക്കറാത്തിന്റെ ഹാലിൽ കിടന്ന രോഗം മൂർച്ഛിച്ച് ലോകത്ത് നിന്ന് ഞാൻ വിട പറയാൻ പോകുന്ന അവസാനത്തെ നിമിഷമെങ്കിലും നിന്റെ പൂമുഖമൊന്ന് കണ്ടിട്ട് ലോകത്തോട് വിട പറയണമെന്ന് എന്റെ കൽവിൽ ഉത്കടമായ ആഗ്രഹമുണ്ട് പൊന്നുമോളെ. അതുകൊണ്ട് നീയൊന്നു വരുമോ? അന്നേരത്തും മദീനയിൽ പെർമിഷൻ തേടി, അതീഇ സൗജകി, മോളെ നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കേ. നിന്റെ പിതാവ് മരണശയ്യയിലാണ്, നിന്റെ പ്രിയപ്പെട്ട പിതാവ് രോഗശയ്യയിൽ കിടക്കട്ടെ, നീ പോകണ്ട. നിന്റെ ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ നീ പോകണ്ട. ആ പെങ്ങളോട് ഹബീബ് നിർദ്ദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാനത് ചുരുക്കി പറയട്ടെ. ആ ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവങ്ങ് മരണപ്പെട്ടു പോയി. പ്രിയപ്പെട്ട ഭാര്യ തന്റെ പിതാവിന്റെ ജനാസ കാണാൻ പോകാത്തത് എന്തുകൊണ്ടാണ്? ഭർത്താവിന്റെ സംതൃപ്തി കിട്ടാൻ വേണ്ടി, ഭർത്താവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ എത്ര മനോഹരമായ നിയമമാണ്. നിങ്ങൾ കണ്ടോ, ആ പിതാവങ്ങ് മരണപ്പെട്ട് ജനാസ കാണാൻ പോലും പോയില്ല. ഉപ്പാന്റെ ജനാസ ഖബറടക്കിയതാരാണ്? ജനാസ സംസ്കരണത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഖബറടക്കമങ്ങ് കഴിഞ്ഞപ്പോൾ ഹബീബ് ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓമനത്വമുള്ള ആ മുഖത്ത് പൂമന്ദഹാസം വിടർന്നപ്പോൾ സഹാബിമാര് ചോദിച്ചു, നബിയേ, ഈ ഖബറാളിയുടെ ഖബറിന്റെ ചാരത്ത് നിന്ന് അവിടുന്ന് പുഞ്ചിരിക്കുന്നത് എന്തിനാണ്? അന്നേരത്ത് പറയുകയാണ്,
ഇന്നല്ലാഹ ഗഫറ ലി അബീഹാ, ആ പെങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന് അല്ലാഹു പുറത്തു കൊടുത്തേ, ആ പ്രിയപ്പെട്ട സഹോദരിയുടെ പിതാവിന് അല്ലാഹു മാപ്പു നൽകിയേ. എന്തിനാണെന്നറിയുമോ? ഭർത്താവിനെ വഴിപ്പെട്ടിട്ട് പിതാവ് കാണാൻ ആവശ്യപ്പെട്ടിട്ടും വരാതിരുന്നതിന്. അതെന്താണ് തടസ്സം? ഭർത്താവിന്റെ അനുമതി. ഭർത്താവ് അനുമതിക്കുമായിരുന്നു, പെർമിഷൻ കിട്ടുമായിരുന്നു, പക്ഷേ ബന്ധപ്പെടാൻ നിർവാഹമില്ല. ആ നിലയ്ക്ക് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അനുസരിച്ച കാരണം കൊണ്ട് ആ മകളുടെ പ്രവൃത്തി കാരണമായി പിതാവിന് അല്ലാഹു ഖബർ സ്വർഗമാക്കിയേ. നിങ്ങൾ ആലോചിച്ചു നോക്കുവീൻ ഉമ്മമാരെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്രയോ പ്രവാസികളായ സഹോദരന്മാര് പരാതിയാണ്. ഒരു സഹോദരൻ എന്നോ വിളിച്ചിട്ട് കരയുകയാണ്, ഉസ്താദേ ഞാൻ ഒരുപാട് കടമുള്ളയാളാണ്, മറ്റൊന്നിനുമല്ല എന്റെ വീട് കെട്ടാനാണ് ഞാൻ കടമാക്കിയത്, എന്റെ വസ്തു ഉണ്ടാക്കാനാണ് ഞാൻ കടമാക്കിയത്, ഏകദേശം ഒരു 8 ലക്ഷം രൂപയോളം കടമുണ്ട്. നാട്ടിൽ ഞാൻ അത്യാവശ്യം ഒരു കൂലിപ്പണിക്കും മറ്റുമൊക്കെ പോയിക്കൊണ്ടിരുന്നയാളാണ്. അതുകൊണ്ട് എന്റെ ജീവിതം മുഴുവനും അധ്വാനിച്ചാലും ആ കടം വീടാൻ കഴിയില്ലെന്ന് കണക്ക് കൂട്ടി എന്റെ ഭാര്യയുടെ സമ്മതത്തോടെ ഞാൻ ഇങ്ങ് ഗൾഫിലേക്ക് പോയി. 2 മക്കളുള്ളതാണ് എന്റെ ഭാര്യ. നല്ല സൗന്ദര്യമുള്ള മോളാണ്, നല്ല ദീന് സൂക്ഷിക്കുന്ന മോളാണ്, എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന മോളാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയുകയാണ്, അളിയാ, ഓ സഹോദരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണാനില്ല. മെനഞ്ഞാന്ന് വരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചവളാണ് എന്റെ ഭാര്യ. അവൾക്കിതെന്തു പറ്റി എന്ന് ആലോചിച്ച് ഞാൻ ആ നമ്പറിലേക്ക് ഡയൽ ചെയ്യുമ്പോൾ അത് സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവളെപ്പറ്റി പഠിച്ചു നോക്കിയാൽ ഒരാളോടുകൂടെയും അവൾക്ക് ബന്ധമില്ല, അന്യാണുങ്ങളെ നോക്കാറില്ല, അന്യാണുങ്ങളുമായി ഇടകലരാറില്ല, സമ്പർക്കം പുലർത്താറില്ല. പിന്നെ എങ്ങനെയാണിത് സംഭവിച്ചതെന്നറിയുന്നില്ല. ഒടുവിൽ അന്വേഷിച്ചു നോക്കുമ്പോൾ അവൾ എത്തിപ്പെട്ടത് എവിടെയാണ് സഹോദരങ്ങളെ? തിരുവനന്തപുരത്ത്, അനന്തപുരിയുടെ ക്യാപിറ്റലായ തിരുവനന്തപുരം ജില്ലയിൽ കന്യാകുമാരിക്കടുത്ത് ഏതോ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ. അയൽക്കാരനല്ല, കഥാപാത്രമാരാണ്. കോളേജിൽ തന്നോടൊപ്പം പഠിച്ചിരുന്ന സമയത്ത് പ്രണയം നടിച്ചിരുന്നയാൾ. അയാള് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. കല്യാണം കഴിച്ച് 2 കുട്ടികളായി എന്നെനിക്ക് എന്നെപ്പറ്റി മനസ്സിലാക്കുകയും എന്റെ ഭർത്താവ് ഗൾഫിലാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് എന്നോട് നിരന്തരമായി വന്നിട്ട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അതിനെല്ലാം അങ്ങ് സമ്മതിച്ചുപോയി. അവസാനം അവന് വേണ്ടാതായി. 2 മാസങ്ങൾക്ക് ശേഷം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. എങ്ങനെ? നിനക്കിത് മനസ്സിലാവുണ്ടോ? എത്ര ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. 2 മാസത്തോളം ഏതോ ഒരു തന്റെ കയ്യിൽ പിടിച്ച് എങ്ങനെയൊക്കെയോ ജീവിച്ചു. 2 കുട്ടികളെ ഒഴിവാക്കി, തന്റെ സ്നേഹത്തെ ഒഴിവാക്കി, ഏതോ ഒരു തന്റെ കയ്യിൽ പിടിച്ചുപോയി. 2 മാസക്കാലം ജീവിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ആ ഭർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോടൊപ്പം ജീവിക്കാൻ റെഡിയാണ്, നീ എന്നെ വിട്ടേച്ചു പോകാതിരുന്നാൽ ഞാൻ നിന്നോടൊപ്പം ജീവിക്കാൻ സന്നദ്ധനാണ്. അവൻ പറയുകയാണ്, ഞാൻ ചെയ്തത് തെറ്റാണോ ഉസ്താദേ? അവൾ അത്ര നല്ല സ്വഭാവമുള്ളവളാണ്, നല്ല സൗന്ദര്യമുള്ളവളാണ്, നല്ല ദീനീ ചിട്ടയോടെ ജീവിച്ചതാണ്. ആ ചങ്ങാതി വന്ന് എങ്ങനെയോ സ്വീപ്പാക്കിയതാണ്. എന്തു ചെയ്യാനാണ്? സംഭവിച്ചു പോയി. അവൾ എന്നോട് പൊട്ടിക്കരഞ്ഞ് മാപ്പ് പറയുകയാണ്. എന്റെ ഹൃദയമുള്ള സഹോദരിമാരെ,
ഞാനീ പറഞ്ഞത് കേട്ടിട്ട് നാളെ ആരും കയറെടുത്ത് പോകാൻ നിൽക്കണ്ട. ആ സഹോദരനെ പോലെ ആയിക്കൊള്ളണമെന്നില്ല എല്ലാ സഹോദരങ്ങളുടെയും മനസ്സ്. പിന്നെയോ സ്വന്തം ഭാര്യയെ വെട്ടി പീസുകളാക്കി ഒരു ചാക്കിനകത്ത് കയറ്റി സമീപത്തുള്ള പുഴയിലേക്ക് തള്ളാൻ വേണ്ടി കാറിന്റെ ഡിക്കിയിലിട്ട് കൊണ്ടുപോകുകയാണ്. പോകുന്ന വഴിയിൽ ഹൈവേ പോലീസ് കൈ കാണിച്ചു. രാത്രിയുള്ള നൈറ്റ് പട്രോളിംഗ് പോലീസാണ്. അവര് സാധാരണ ചെക്കിംഗ് എന്ന നിലയിൽ ഡിക്കി ഓപ്പണാക്കാൻ പറഞ്ഞു. ഓപ്പണാക്കി നോക്കുമ്പോൾ ഒരു ചാക്ക് നിറച്ചും അതാ പച്ച മാംസ കഷ്ണമാണ്. അയാൾ പറഞ്ഞു, ഞാനൊരു ഇറച്ചി ബിസിനസ്സുകാരനാണ്, അത് പോത്തിന്റെ ഇറച്ചിയാണ്, കടയിലേക്ക് കച്ചവടത്തിന് കൊണ്ടുപോകുകയാണ്. ഇത് രാത്രി സമയമാണല്ലോ. സാധാരണ കശാപ്പിന്റെ ആളുകളൊക്കെ ചെയ്യാറുള്ളത് രാത്രിയാണ്. പോലീസുകാരൻ അവന്റെ പരിഭവം കണ്ടപ്പോൾ എന്തോ ഒരു ഡൗട്ട് പോലെ അയാൾ പറഞ്ഞു അത് പരിശോധിക്കണമെന്ന്. അങ്ങനെ അഴിച്ചു പരിശോധിച്ചപ്പോൾ ആദ്യം തന്നെ കാണുന്നത് സ്വന്തം ഭാര്യയുടെ തലയറുത്തതാ ചാക്കിനകത്ത് വെച്ചിരിക്കുന്ന ഭർത്താവിനെയാണ്. അയാൾ ധൈര്യസമേതം പോലീസുകാരന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ തന്നെയാ അത് ചെയ്തത്, അവള് വേറെ ഏതെങ്കിലും പെണ്ണല്ല, എന്റെ കുട്ടികളുടെ ഉമ്മയാണ്, അവൾ അന്യാണുമായി നിരന്തരം ബന്ധമുണ്ടെന്ന് എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട് എന്റെ കണ്ണുകളിൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനത് ചെയ്തത്. അവന്റെ കൈയിൽ ഞാൻ വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അവൻ ഓടിയങ്ങ് രക്ഷപ്പെട്ടു കളഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. രക്ഷിക്കുമാറാകട്ടെ. സാധാരണഗതി ഉമ്മമാരെ, അൽ മർഅത്തു ലാ തുഅദ്ദി റബ്ബ ഹഖിഹാ ഹത്താ തുഅദ്ദി ഹഖ സൗജിഹാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു സ്ത്രീ എപ്പോഴാണ് അള്ളാഹുവിന്റെ സംതൃപ്തി സമ്പാദിക്കുന്നതെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ സംതൃപ്തിയെ എപ്പോഴാണോ ഒരു സ്ത്രീ സമ്പാദിക്കുന്നത്, അപ്പോഴാണ് അവൾ അള്ളാഹുവിന്റെ സംതൃപ്തിയെ സമ്പാദിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഒരു സഹോദരി ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ വീട് വിട്ട് പുറത്തിറങ്ങിപ്പോയി. ഇന്ന് വ്യാപകമാണ്. ഹലോ, സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കാണ്. ആരാണ്? അതെ, നിന്റെ അബൂബക്കറാണ്. അതെ, അബൂക്കായ. മോളെ, എവിടെ നിൽക്കുക നീ? ഞാൻ വീട്ടിൽ നിൽക്കുകയാണ്, പുരേ നിൽക്കുകയാണ്, ഔത്തിൽ നിൽക്കുകയാണ്. ഇവളെവിടെ നിൽക്കുക? അവള് കാഞ്ഞങ്ങാട് നിൽക്കുകയാണ്, ചെർക്കളത്ത് നിൽക്കുകയാണ്, കാസർഗോഡ് നിൽക്കുകയാണ്, മംഗലാപുരത്ത് നിൽക്കുകയാണ്, പച്ചക്കള്ളം പറയുകയാണ്. പ്രവാസിയായ പാവപ്പെട്ട ഭർത്താവ് വീട് വെച്ച കടം തീർക്കാൻ വേണ്ടിയും സഹോദരങ്ങളെ ഭൂമി വാങ്ങിച്ച കടം തീർക്കാൻ വേണ്ടിയും ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഏതോ അറേബ്യൻ രാജ്യങ്ങളിൽ പോയി കിടന്ന് പൊരിയുന്ന വെയിലത്ത് സൂര്യന്റെ അത്യുഷ്ണമായ ചൂടുകളിൽ മരുഭൂമികളിൽ പോയി കിടന്ന് കഠിനാധ്വാനം ചെയ്യുന്ന പാവപ്പെട്ട പ്രവാസിയുടെ ഭാര്യ അവൾ പറയുകയാണ്, പച്ചക്കള്ളം. പ്രവാസികളുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇപ്പൊ ഗൾഫിലെ അവസ്ഥ എന്താ? ഇന്നൊരു സഹോദരൻ സൗദിയിൽ നിന്ന്, റിയാദിൽ നിന്ന് വിളിച്ചിരുന്നു. അയാളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പോയതാണ്. അവിടെ കമ്പനി ഇപ്പൊ എല്ലാം നിർത്തിയിട്ടിട്ടാണുള്ളത്, സാമ്പത്തിക മാന്ദ്യം കൊണ്ട്. ഗൾഫ് നാടുകളിൽ ഒരുപാട് ആളുകളെ, തൊഴിലാളികളെ കമ്പനി തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, പ്രവാസികളെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളൊക്കെ പല ആളുകളും പ്രവാസികളെ യൂസാക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഉമ്മമാരെ, സ്ത്രീകൾ പ്രത്യേകിച്ച് പ്രവാസികൾ വിളി എന്തു വേണം? എനിക്ക് സാരി, പർദ, വള, മാല, കുലുസ്, കമ്മല്, അങ്ങനെ വേണ്ടതെല്ലാം ലിസ്റ്റ് അങ്ങ് പറയും. പാവം പ്രവാസി ആ വേർപാടിന്റെ വേദന കൊണ്ട് തന്റെ ഭാര്യയോട് അകന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയോട്, മക്കളോട് പ്രത്യേക സ്നേഹമാണ്.
സഹോദരിമാര് വിളിച്ചു പറയുകയാണ് ഓരോന്നോരോന്ന്, അളിയന്മാര് വിളിച്ചു പറയുകയാണ് ഓരോന്നോരോന്ന്. സഹോദരങ്ങളെ, ഈ സദസ്സിൽ വെച്ച് ഞാനൊരു കാര്യം പറയട്ടെ. ആരാണ് പ്രവാസികൾ എന്നറിയുമോ? പ്രവാസികളുടെ വേദനകൾ എത്രയാണ്, പ്രവാസികളുടെ നൊമ്പരങ്ങൾ എത്രയാണ്. അല്ലാ, നാട്ടുകാരെ അറിയണം, അറബ് നാടുകൾ സ്വർഗമല്ല. നാട്ടുകാരെ അറിയണം, അറബ് നാടുകൾ സ്വർഗമല്ല. പണം കായ്ക്കും മരമില്ല, അത്തറിന്റെ മണമില്ല. പണം കായ്ക്കും മരമില്ല, അത്തറിന്റെ മണമല്ല. പ്രവാസിയുടെ ചോരനീരാം കഥന ഭൂമി, പ്രയാസങ്ങൾ പേരിടുന്ന വ്യസന ഭൂമി. പ്രവാസിയുടെ ചോരനീരാം കഥന ഭൂമി, പ്രയാസങ്ങൾ പേരിടുന്ന കഥന ഭൂമി. ഓരോ പ്രവാസിയുടെയും നൊമ്പരങ്ങൾ എത്രയാണ് സഹോദരങ്ങളെ. മഹാനായ ഇബ്രാഹിം ഖലീലുൽ ബുഖാരി കടലുണ്ടി സാദാത്തുക്കൾ അതാ ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ഥലത്തൊരു പരിപാടിക്ക് വന്നപ്പോൾ ഒരു പ്രവാസത്തിന്റെ സങ്കടം പറഞ്ഞ് ഞാൻ കേട്ടു. എന്താണ് സഹോദരങ്ങളെ സംഭവമെന്നല്ലേ ഞാൻ ചുരുക്കി പറയാം. എന്റെ ഉമ്മമാരെ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, തങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് തങ്ങൾക്ക് വേണ്ടി ഏതോ ഒരു നാട്ടിൽ പോയി കിടന്ന് കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഉമ്മമാര് ബോഡി ടൈറ്റുള്ള പർദ്ദകളിട്ടിട്ട് പരമാവധി ശരീര പ്രദർശനം നടത്തിയിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് തെരുവിന്റെ കവലകളിലൂടെ ആൺപിള്ളേരെ ആകർഷിക്കാൻ വേണ്ടി കണ്ടോടാ എന്റെ അന്താരാഷ്ട്രങ്ങൾ കണ്ടോടാ, എന്റെ ബംഗ്ലാദേശുകൾ കണ്ടോടാ, എന്റെ ആന്ധ്രാപ്രദേശുകൾ കണ്ട് നീ ആസ്വദിച്ചോടാ. ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാടാ, എന്റെ ഭർത്താവ് നാട്ടിലില്ലാടാ എന്ന ഭാവത്തിൽ തെരുവിന്റെ കവലകളിലൂടെ ഡാൻസ് കളിച്ച് സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്ന ഭാവത്തിൽ സ്വപ്നത്തിൽ എന്ന പോലെ നടക്കുന്ന എത്രയോ പെങ്ങന്മാരുണ്ട്. പെങ്ങന്മാരെ, ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദന റീഹഹാ, ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദന റീഹഹാ, അവർക്ക് സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ലെന്ന് ലോകത്ത് പറഞ്ഞതാരാണ്? ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സ്വർഗ്ഗത്തിന്റെ പരിമളം എന്ന് പറഞ്ഞാൽ 40 ദിവസത്തെ വഴിദൂരം വരെ വീശിയടിക്കുന്ന സ്വർഗ്ഗത്തിന്റെ പരിമളം, 40 ദിവസത്തെ വഴിദൂരം വരെ വീശിയടിക്കുന്ന സ്വർഗ്ഗത്തിന്റെ പരിമളം. ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അതാ പരമാവധി പ്രകടനങ്ങൾ നടത്തുന്ന കുറെ പെമ്പിള്ളേരുണ്ടല്ലോ. സ്വർഗ്ഗത്തിൽ പോകുമെന്ന് വിചാരിക്കല്ലേ പൊന്നുപെങ്ങളെ. തങ്ങൾ പറയുകയാണ്, ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് കരയാണ്. കാരണം നിങ്ങൾ പലരും ചിലപ്പോൾ എന്റെ വയലിൽ തന്നെ മുമ്പ് കേട്ടിട്ടുണ്ടാവും സംഭവം. ഹറമിൽ വെച്ച് ഒരു ഭാര്യയും ഭർത്താവും ഹറമിൽ ഹജ്ജിന് പോയിട്ട് അറഫയിൽ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ വലിയ സംഗമം. ലബൈക് അല്ലാഹുമ്മ ലബൈക്, ലബൈക ലാ ശരീക ലക ലബൈക്, ലബൈക് അല്ലാഹുമ്മ ലബൈക്, ലബൈക ലാ ശരീക ലക ലബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബൈക്, ലബൈക അല്ലാഹുമ്മ ലബൈക്. ലക്ഷങ്ങൾ, കോടികൾ അറഫാ മൈതാനിയിൽ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് 50 വയസ്സ് കഴിഞ്ഞു പോയ ഭാര്യ 60-70 വയസ്സ് കഴിഞ്ഞ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് 60 വയസ്സുകാരിയായ ഭാര്യ പറയുകയാണ്, ഭർത്താവേ, ഞാൻ നിങ്ങളോടൊരു സങ്കടം പറയാ, ഞാൻ നിങ്ങളോടൊരു വിഷമം പറയാ. എന്താണ് എന്റെ വിഷമമെന്നറിയുമോ, സങ്കടമെന്നറിയുമോ? നിങ്ങൾ എന്നോട് പൊരുത്തപ്പെട്ട് തരണമെന്ന് ആദ്യമേ എനിക്ക് വാക്ക് തരണം. നിങ്ങളെനിക്ക് പൊരുത്തം തരുമെന്ന് ആദ്യമേ എനിക്ക് വാക്ക് തരണം. എന്നാൽ ഞാനത് പറഞ്ഞു തരാം. ഭർത്താവ് പറഞ്ഞു, പൊന്നുമോളെ, നമ്മൾ രണ്ടുപേരും പ്രായമുള്ളവരാണ്,
നമ്മൾ രണ്ടുപേർ, എനിക്ക് 70 വയസ്സ് കഴിഞ്ഞു, നിനക്ക് 60 വയസ്സ് പ്രായം തികഞ്ഞു. നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷം കഴിയുന്തോറും ഖബറിലേക്ക് നമ്മുടെ ആയുസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അറഫ മൈതാനമാണ്. അള്ളാഹുവിന്റെ അതിഥികളായി നമ്മൾ വന്നതാണ്. ഇവിടെ കോടാനുകോടി ആളുകൾ ഒരേ വേഷം ധരിച്ചു, ഒരേ തസ്ബീഹ് ചൊല്ലി, ഒരേ ലക്ഷ്യവുമായിട്ട്, രാജാക്കളെന്നില്ല, പ്രഭുക്കളെന്നില്ല, കുചേലനെന്നില്ല, കുബേരനെന്നില്ല, ലോകത്തൊരു നേട്ടങ്ങളുടെ പേരിൽ അവിടെ വേർതിരിവുകളില്ല. അവിടെ ജനങ്ങൾ ഒരുമിച്ചുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്താപത്തിന്റെ കരങ്ങളുയർത്തി പൊട്ടിക്കരയുന്ന രംഗത്ത് നീ എന്നോട് എന്താണ് ഇങ്ങനെ പൊരുത്തം ചോദിക്കുന്നത് മോളെ? അതല്ല, നിങ്ങളോട് എനിക്ക് ചോദിച്ചേ മതിയാവോ. അന്നേരത്തെ ഭർത്താവ് പറയുകയാണ്, നിഷ്കളങ്കനായ നിസ്വാർത്ഥനായ ഹാജിയാര്, അദ്ദേഹം പറയുകയാണ്, നീ എന്നോട് ചെയ്തതെല്ലാം നിനക്ക് പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി നീ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നെങ്കിൽ അതും പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. അന്നേരത്തെ ഭർത്താവിന്റെ വായിലേക്ക് കൈകൊണ്ട് ചെന്നിട്ട് ഭാര്യ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയല്ലേ, ഞാനൊരു സങ്കടം നിങ്ങളുടെ മുന്നിൽ വെക്കാൻ പോകുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട 70 വയസ്സ് പ്രായമുള്ള ഉപ്പ, എന്റെ 60 വയസ്സ് കഴിഞ്ഞ ആളെ, എന്റെ 28, 30, 40 വയസ്സായ എന്റെ ശബ്ദം കേൾക്കുന്ന ഹൃദയമുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങൾ കാതുകൾ തുറന്നു വെച്ചത് കേൾക്കണേ, കൽബുകൾ തുറന്നു വെച്ചിട്ടത് കേൾക്കണേ. ആ പിതാവിനോട് ആ ഭാര്യ പറയുകയാണ്, അറഫയിൽ ലക്ഷങ്ങൾ ഒരുമിച്ചുകൂടിയ സദസ്സിൽ ആ പ്രിയപ്പെട്ട പിതാവിന്റെ കയ്യിൽ പിടിച്ചിട്ട് 60 വയസ്സ് കഴിഞ്ഞ ഭാര്യ പറയുകയാണ്, ഓ എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ ഇത്രയും കാലം പോറ്റി വളർത്തിയ പൊന്നുമോളുണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് സൗദി അറേബ്യയിൽ റിയാദിൽ ഏതോ ഹൈലെന്ന് പറയുന്ന കൊടുങ്കാടിന്റെ നടുവിൽ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വണ്ടി ഓടിക്കാൻ പോയി, ആടുമേക്കാൻ പോയി, ഒട്ടകത്തിന് പുല്ലറുക്കാൻ പോയി, മരുഭൂമിയിൽ കിടന്ന് ഏതോ അറബി സഹോദരന് വേണ്ടി അടിമപ്പണി ചെയ്ത് നിങ്ങൾ എത്രയോ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കി കെട്ടിച്ചയച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളില്ലേ, ആ പൊന്നുമോള് നിങ്ങളുടെ മോളല്ല, ആ പൊന്നുമോള് നിങ്ങളുടെ മോളല്ല. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും നിങ്ങൾ ഒരുപാട് താരാട്ട് പാടുകയും നിങ്ങൾ ഒരുപാട് മാറോട് ചേർത്ത് പിടിച്ച് മുത്തം കൊടുക്കുകയും നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനുണ്ടല്ലോ ഉപ്പാ, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ, നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ മാസം നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്ത നിങ്ങളുടെ ഇളയ മകനുണ്ടല്ലോ അപ്പാ, അത് നിങ്ങളുടെ മകനല്ല. എന്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ, അറഫ സംഗമത്തിൽ വെച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ചുകൂടിയ സദസ്സിൽ വെച്ച് 60 വയസ്സ് 70 വയസ്സ് പ്രായം കഴിഞ്ഞ വലിയ മനുഷ്യനോട് 60 വയസ്സ് പ്രായം കഴിഞ്ഞ മാതാവ് 2 കൈകൊണ്ടും കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, എന്നോട് പൊരുത്തപ്പെടുമോ, എനിക്ക് മാപ്പ് തരുമോ? അല്ലാഹുവിന്റെ അതിഥികളായി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ചൊല്ലി ഈ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങളോട് എനിക്ക് പൊരുത്തം ചോദിക്കാനുള്ളത് ഇതാണ്, നിങ്ങൾ എന്നോട് മാപ്പ് തരുമോ, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടുമോ? മഹാനായ ഇബ്രാഹിം ഖലീലുൽ ബുഖാരി കടലുണ്ടി സാദാത്തുക്കൾ ഇത് പറഞ്ഞിട്ടൊരൊറ്റ കരച്ചിലാണ് സഹോദരങ്ങളെ. ഏത് പിതാവിനാണിത് താങ്ങാൻ പറ്റുക? ഏത് പിതാവിനാണിത് സഹിക്കാൻ പറ്റുക? ഏതെങ്കിലും പിതാവേ എന്റെ ഈ കാസർഗോഡ് ജില്ലയിൽ എന്റെ ഈ സ്ഥലത്ത് ഉളിയത്തടുക്ക എന്ന മജ്‌ലിസിൽ വേദന വന്ന ഏത് ഭർത്താവിനാണ് സഹിക്കാൻ പറ്റുക? ഏത് പിതാവിനാണ് സഹിക്കാൻ പറ്റുക? സഹിക്കാതെ നിർവാഹമില്ല. 70 വയസ്സ് പ്രായമുള്ള ഹാജിയാരുടെ കൽബിന്റെ അകത്തളത്തിൽ ഇടുത്തി പോലെ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷരീഫിൽ വെച്ചിട്ട് ഈ വാർത്ത അങ്ങ് കേട്ടപ്പോ കൽബ് പൊട്ടിപ്പോയി. അയാൾ കണ്ണുനീരോടെ പരിസരബോധം മറന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നിനക്കെല്ലാം ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്, നിനക്കെല്ലാം ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, പിന്നീട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ നോക്കുമ്പോൾ ഭർത്താവ് തുണി ഉടുക്കുന്ന പക്ഷേ ഇരിക്കുന്നില്ല, ഭർത്താവ് നടക്കുന്നുണ്ട് പക്ഷേ ശരിയായ വഴിയിലല്ല, തന്റെ ഭർത്താവ് ഫ്ലൈറ്റിൽ കയറാനാകുന്നില്ല, അദ്ദേഹം വേറെ വഴിക്ക് പോകുകയാണ്, സംസാരിക്കുന്നുണ്ട് പക്ഷേ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അറഫയിൽ വെച്ച് ഹജ്ജിന് വന്ന ഹാജിയാരുടെ അവസ്ഥ എന്താ? അദ്ദേഹം മെന്റൽ ഇഷ്യൂ ഉള്ള ഒരു ഭ്രാന്തനായി മാനസിക നില തെറ്റിപ്പോയി. സഹോദരങ്ങളെ, കഠിനാധ്വാനം ചെയ്ത് എത്ര കാലമാണ് മക്കളെ പോറ്റാൻ വേണ്ടി
പറയുമ്പോൾ എത്രയോ പ്രവാസികളുടെ നല്ല ഭാര്യമാരുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ കാത്ത് സ്ത്രീത്വത്തെ സംരക്ഷിച്ച് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഉമ്മമാരുണ്ട്. അള്ളാഹു ആ ഉമ്മമാർക്ക് ഖൈർ കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവേ, അവർക്ക് പദവികളെ ഏറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഉമ്മ, നിങ്ങൾക്ക് വലിയ മഹത്വമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നത്. വലിയ മഹത്വമാണ്. ഞാനത് പറയാം. അൽ മർഅതു ഇദാ സ്വല്ലത്ത് ഖംസഹാ വസ്വാമത് ശഹറഹാ വഅഹ്സനത് ഫർജഹാ വഅതഅത് ബഅലഹാ ഫൽതദ്ഖുൽ ബിഅയ്യി അബ്വാബിൽ ജന്നത്തി ശാഅത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു സഹോദരി, ഒരു സ്ത്രീ, ഒരു ഉമ്മ 5 നേരം കൃത്യമായി നിസ്കരിക്കുകയും പുണ്യങ്ങളുടെ പൂക്കാലമായ അനുഗ്രഹത്തിന്റെ കേദാരമായ അനുഭൂതിയുടെ മാസമായ പരിശുദ്ധ റമദാനിന്റെ രാപകലുകളിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്നൊരു സ്ത്രീ പോരാ, വഅഹ്സനത് ഫർജഹാ, അവളുടെ രഹസ്യാവയവങ്ങളെ, അവളുടെ സ്ത്രീത്വത്തെ അള്ളാഹുവിന് വേണ്ടി പേടിച്ചിട്ട് സംരക്ഷിച്ച ഒരു ഉമ്മ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ധാരാളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സമീപത്ത് കിട്ടിയിട്ടില്ലെന്ന് വരാം. പക്ഷേ നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ചെല്ലാം ക്ഷമിച്ചോ. ഒരുപാട് കണ്ണുകൾ കാമോദ്ദീപകമായ നോട്ടങ്ങളും പാഴ്വാക്കുകളും പറഞ്ഞ് നിങ്ങളെ സമീപിച്ചപ്പോൾ നിങ്ങൾ അവക്തകളെ മുഴുവനും അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളി. എന്തിന്? അള്ളാഹുവിന്റെ പ്രീതിക്ക്. എന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ സംതൃപ്തി സമ്പാദിച്ച് നിങ്ങളുടെ രഹസ്യാവയവങ്ങളെ നിങ്ങൾ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ ദീനിലടിയുറച്ച് ജീവിച്ച പൊന്നു പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നാളെ പടച്ചവന്റെ പരലോകത്ത് നിങ്ങൾ കടന്നു ചെല്ലുന്ന നേരത്ത് അള്ളാഹുവിന്റെ ആഖിറത്തിലതാ സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്ക തുറക്കപ്പെടുകയാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്ക തുറക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും താഴെ ഇരുന്നിട്ടാണ് വിയർക്കുന്നത്. അതിന് വല്ല കസേര അങ്ങനെ എടുത്തിട്ട് എന്റെ മേളിലിരുത്തിയാൽ കാറ്റിങ്ങനെ കിട്ടുന്നു. ഇങ്ങനെ താഴെ അടിച്ച എവിടെ കിട്ടുന്നു? ഞാൻ വിയർക്കുന്ന നാട്ടില്ലേ, നിങ്ങൾ കാണുന്നില്ലേ? ഇങ്ങനെ ആകുമ്പോൾ വിയർപ്പ് തലയെ താന്ന് ചുമ പിടിക്കും, ജലദോഷം പിടിക്കും. നിങ്ങൾ ബേജാറാക്കണ്ട. അയാൾക്ക് ഫാൻ കിട്ടാത്തതുകൊണ്ട് എന്തോ ഒരു വിഷമം, സുഖമില്ലാതായിപ്പോയ എന്താക്കും? നാളെ പ്രസംഗമുണ്ട്, മറ്റന്നാ പ്രസംഗമുണ്ട്, പ്രസംഗിക്കണ്ടേ? നിങ്ങൾ പ്രസംഗം നല്ലതല്ലെങ്കിൽ പറയും അയാൾക്കുള്ളതൊന്നുമില്ല, മോശമായെന്ന് പറയും. അൽഹംദുലില്ലാ, നല്ല മൈക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ മൈക്കുകാരുമായിട്ട് ഉടക്കുക. മൈക്കുകാർ പറയും അയാളാണ് വരണമെങ്കിൽ ഞങ്ങൾ വരില്ല എന്ന് പറയും. ഈ മൈക്കുകാരൻ എന്താ കുഴപ്പമുള്ള? ഒരു കുഴപ്പമില്ല, ഒന്ന് സംസാരിച്ചിട്ട് കൂടിയില്ല ഞാൻ ആരോ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹം കൊടുക്കട്ടെ. ആഹാ, കുറച്ച് ഇങ്ങോട്ട് വെച്ച്, ഇങ്ങനെ വെച്ച്. അയ്യോ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു പിതാവ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പരലോകത്ത് ഭർത്താവിനെ അനുസരിച്ച് അള്ളാഹുവിനെ പേടിച്ച് ഒരു പെങ്ങള് ജീവിച്ചാൽ, മിഅ്റാജ് ദിനം രാവിൽ ത്വാഹ റസൂലുള്ളാഹ് നരകത്തെ കണ്ട് പോയി പെങ്ങളെ, നരകത്തെ കണ്ട് പോയി പെങ്ങളെ. മിഅ്റാജ് ദിനം രാവിൽ ത്വാഹ റസൂലുള്ളാഹ് നരകത്തെ കണ്ട് പോയി പെങ്ങളെ, നരകത്തെ കണ്ട് പോയി പെങ്ങളെ. മിഴി തള്ളി തൂറിത്തതാ ഏറെ സഹിക്കുന്നോർ അധികവും നിങ്ങളാ പെണ്ണുങ്ങളെ, അധികവും നിങ്ങളാ പെണ്ണുങ്ങളെ. കെട്ടിയ മാരനെ കട്ടിയിൽ ചീത്ത വിളിക്കണ നാരി കേൾക്കണ്ടേ, ഇട്ടമതാം നിനക്കുള്ളൊരു ശിക്ഷയുടെ കാഠിന്യമെന്തെന്നറിയണ്ടേ. കെട്ടിയ മാരനെ കട്ടിയിൽ ചീത്ത വിളിക്കണ നാരി കേൾക്കണ്ടേ, ഇട്ടമതാം നിനക്കുള്ളൊരു ശിക്ഷയുടെ കാഠിന്യമെന്തെന്നറിയണ്ടേ. അറിയണ്ടേ നിനക്കുള്ള നാവും നടുവൊള്ളി ചതാവെട്ടി
വിറകതിലോർക്കണേ. റഅയ്തുന്നാറ, നരകം ഞാൻ കണ്ടു സഹാബത്തേ. റഅയ്തു അക്തറ അഹ്ലിഹാ അന്നിസാ, നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടതാരയാ? എന്റെ സമുദായത്തിൽപ്പെട്ട പെൺകൊടികളെയാ. ബികുഫ്രിഹിന്ന, അവരുടെ നിഷേധ സ്വഭാവം കാരണമാണ് അവരേറ്റവും കൂടുതൽ നരകത്തിൽ കടന്നത്. സഹാബിമാര് ചോദിച്ചു, യക്ഫുറൂന ബില്ലാഹ്, അവരല്ലാഹുവിനെ നിഷേധിച്ച കാരണമാണോ നബിയേ? അന്നേരത്തെ ഹബീബ് പറയുകയാണ്, അവരല്ലാഹുവിനെ മാത്രം നിഷേധിച്ചതല്ല, വലാകിൻ യക്ഫുറൂനൽ അശീർ, അവരുടെ ഭർത്താക്കന്മാരെ അവർ നിഷേധിച്ചു. കാരണം കൊണ്ടാണ് ഏറ്റവും അധികം കെട്ടിയ മാരനെ കട്ടിയിൽ ചീത്ത വിളിക്കണ നാരി കേൾക്കണ്ടേ, ഇട്ടമതാം നിനക്കുള്ളൊരു ശിക്ഷയുടെ കാഠിനം എന്തെന്നറിയണ്ടേ, നിനക്കുള്ള നാവും നടുവൊളി ചതാവെട്ടി വിറകതിലോർക്കണേ. അല്ലാഹു കാത്തുകാത്ത് രക്ഷിക്കുമാറാകട്ടെ. പൊന്നു പെങ്ങളെ, എന്റെ ഉമ്മ, ഈ ഹാമിദ് യാസീന് നിങ്ങളോട് വിരോധമില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, സ്നേഹമാണ് പെങ്ങളെ, ബഹുമാനമാണ് പൊന്നുമ്മ. എന്തിനെന്നറിയോ? നിങ്ങളെ പടച്ചവനെ പേടിച്ച് നല്ലൊരു ജീവിതം നിങ്ങൾ നയിച്ചാൽ നാളെ സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്ക തുറക്കപ്പെടുകയാ. സ്വർഗത്തിന്റെ 7 കവാടങ്ങളും, സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും, 8 കവാടങ്ങളും മലർക്ക തുറക്കപ്പെടുകയാ. സ്വർഗത്തിന്റെ തുറക്കപ്പെടുന്ന കമനീയമായ കവാടങ്ങളുടെ ഇരുവശങ്ങളിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയുകയാണ്, മർഹബാ മർഹബൻ അഖിലം വസഖില, മർഹബായ മർഹബാ, മർഹബൻ അഖിലം വസഖില, മർഹബായ മർഹബാ. ഓ അല്ലാഹുവിനെ പേടിച്ച് ഔറത്ത് പരിപാലിച്ച പെങ്ങളെ, ഭർത്താവിന്റെ പരിപാലനങ്ങൾക്ക് വേണ്ടി, ഭർത്താവിന്റെ സംതൃപ്തിക്ക് വേണ്ടി അല്ലാഹുവിനെ പേടിച്ച പെങ്ങളെ, ഔറത്ത് കാണിച്ച് തെരുവിന്റെ കവലയിൽ അഴിഞ്ഞാട്ടം നടത്താത്ത പെങ്ങളെ, അല്ലാഹുവിന്റെ മാർഗത്തിലായി, അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി, അല്ലാഹുവിന്റെ തൃപ്തിയിലായി പടച്ചവനെ പേടിച്ച് നല്ലൊരു ജീവിതം നയിച്ച പെങ്ങളെ, ഫൽതദ്ഖുൽ ബിഅയ്യി അബ്വാബിൽ ജന്നതി ശാഅത്, ഇഷ്ടമുള്ള കവാടത്തിലൂടെ. സ്വർഗത്തിന്റെ മുഴുവൻ കവാടങ്ങളും മലക്കുകൾ മലർക്ക തുറന്നിട്ടിട്ട് കവാടത്തിന്റെ 2 ഭാഗങ്ങളിലും മലക്കുകൾ നിന്നിട്ട്, വരൂ, ഇതിലൂടെ വരൂ. അല്ലാഹുവിനെ പേടിച്ച പെങ്ങളെ, ഭർത്താവിന്റെ സംതൃപ്തി സമ്പാദിച്ച പെങ്ങളെ, ഔറത്ത് അന്യാണുങ്ങൾക്ക് ആസ്വദിപ്പിക്കാത്ത പെങ്ങളെ, സ്വർഗമിതാ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. സ്വർഗത്തിന്റെ കമനീയമായ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇഷ്ടമുള്ള സ്വർഗീയ കവാടത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കുകയെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ ഉമ്മ, നിങ്ങളുടെ മഹത്വം എത്ര വലിയ മഹത്വമാണ്, നിങ്ങളുടെ പദവി എത്ര വലിയ പദവിയാണ്. എന്റെ വർത്തമാന യുഗത്തിലെ പെങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സുമോഹനമായ ഗിഫ്റ്റ്, സമ്മാനം എത്രമേൽ വലിയ സമ്മാനമാണ്. ആ സമ്മാനം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിനെ പേടിച്ച് നല്ലൊരു ജീവിതം ഞാനും നിങ്ങളും നയിക്കേണ്ടതുണ്ട്. ഇന്ന് കുറെ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ സാംസ്കാരിക നായകന്മാര്, ഏതോ ഒരാൾ പറഞ്ഞു സ്ത്രീകൾ ജീൻസ് പാന്റ് ഇടാൻ പാടില്ല. അന്നേരത്ത് ഇറങ്ങി ഇവിടുത്തെ എല്ലാ മാധ്യമപ്പടകളും അയാൾക്കെതിരെ വാളും വടിവാളും കത്തിയും കുന്തവും ബോംബും തോക്കും, കൊല്ലവനെ, വെട്ടവനെ, കുത്തവനെ, എന്തു പറഞ്ഞവൻ ഈ ഭാവത്തിൽ. എന്നാൽ ഏതെങ്കിലും ഒരു മാധ്യമമോ ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകനോ
ഇന്ന് വരെ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ ഇവിടുത്തെ സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിക്കാമെന്ന് പറയാൻ ജസ്റ്റിസ് ശ്രീദേവി അവർ പറയാൻ ധൈര്യം കാണിച്ചു. സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന്. കാരണം ഇന്നത്തെ യുവസമൂഹത്തിന്റെ അവസ്ഥ എന്താ? വാപ്പമാര് കേൾക്കാൻ വേണ്ടി പറയാണ്, നമ്മുടെ മക്കൾ നമ്മൾ വിചാരിക്കുമോ പാലും തേനൊക്കെ ഒഴുകി നടക്കുന്ന 15, 16, 17, 18 വയസ്സ് കണ്ട ഒരു കുഴപ്പമില്ല പിള്ളേർക്ക്. ആൺപിള്ളേർക്കും കുഴപ്പമില്ല, പെൺപിള്ളേർക്കും കുഴപ്പമില്ല. ഇവന്മാരുടെയൊക്കെ മനസ്സിനകത്ത് ഓരോരോ അഗ്നിപർവ്വതങ്ങൾ പൊട്ടാനായി നിൽക്കുകയാണ് വാപ്പാ. കാരണം അവന്റെ മൊബൈൽ ഫോണിനകത്ത് നിറച്ചുമുള്ളത് വേണ്ടാത്തരങ്ങളാണ്. അവൻ ഇന്റർനെറ്റ് കഫേയിൽ പോയി 10 രൂപ കൊടുത്തവൻ കാണുന്നത് അവന് പഠിക്കാനുള്ളതല്ല. അവന് പിന്നീട് എപ്പോഴോ പ്രാക്ടിക്കൽ, ഒരു കല്യാണം കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലാക്കാനുള്ളത്. 18 വയസ്സുകാരനായ SSLCക്ക് പഠിക്കുന്ന മകനതാ കഫേയിൽ പോയി എന്നവൻ കണ്ടാസ്വദിക്കുകയാണ്. അവന്റെ മനസ്സ് മുഴുവനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിലിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ ഞാൻ എല്ലാവരും നിങ്ങൾ എഴുന്നേറ്റ് അടുത്തേക്ക് വാ. അല്ലാഹു നമ്മുടെ മജ്ലിസ് അവസാനിപ്പിക്കാൻ പോവാണ്. ചുമയ്ക്കുന്നു. മജ്ലിസ് നമ്മൾ അവസാനിപ്പിക്കും. നിങ്ങൾ ആരും പൊക്കളയല്ലേ സഹോദരൻ, നിങ്ങൾ എല്ലാവരും അടുത്തേക്ക്. നമ്മൾ വയറ് നിർത്തുന്നില്ല. കുറച്ചു നേരം ഇരുന്നാൽ പിന്നെ കുറച്ചു നേരം നിൽക്കാമല്ലോ. ഞാൻ ഉപ്പമാരെ, പ്രായമുള്ള ഉപ്പമാരെ ആരെ ഞാൻ വിളിക്കുന്നില്ല. അവരവിടെ തന്നെ ഇരുന്നാൽ മതി. ആ സംഘാടകരായ കുട്ടികൾ ഇറങ്ങി കുറച്ച് കസേരകൾ, ആളുകൾ എഴുന്നേൽക്കുന്ന ഭാഗത്ത് ഒഴിവായ കസേരകളെല്ലാം ഒന്ന് അടുക്കിയേ. എന്നിട്ട് ആ ചെറുപ്പക്കാരും ആ യുവാക്കളും കുട്ടികളും എല്ലാവരും ഒന്ന് അടുത്തേക്ക് വന്നേ. കുറച്ചു നേരം നമുക്ക് നിന്ന് കേൾക്കാം. അതൊരു സുഖാണല്ലോ. ഇങ്ങനെ ഇരുന്നാൽ പെട്ടെന്ന് നടുവേദന, നട്ടൽ വേദന, കലവേദന, കൈകാൽ കഴപ്പ്, അങ്ങനെ ഒരുപാട് വേദന ഉണ്ട്. ആ സംഘാടകർ ആ കസേരകളൊക്കെ ഒന്ന് അടുക്കിയേ. എവിടെ പോയി സംഘാടകർ? വേഗ 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 അടുക്കടുക്ക്. കാസർഗോഡുകാർ വേഗ വേഗ എന്നല്ലേ പറയാ? ആ സുബ്ഹാനല്ലാഹ്. ഇനി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഉത്തരവാദിത്വം സ്ത്രീകളോട്. ഞാൻ ഇത്രയും നേരം വർത്തമാനകാലത്തിലെ സ്ത്രീ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചതെങ്കിലും ഇനി കുറച്ചു കാര്യം വർത്തമാനകാലത്തിലെ പുരുഷന്മാരെ പറ്റിയും പറയാണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ ആരും പോകരുത്. നമ്മൾ മജ്ലിസ് അവസാനിപ്പിക്കാൻ പോവാണ്. ദുആ എന്നിട്ട് പോയാൽ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് അവസാനം കലമിട്ടുടയ്ക്കുന്ന പരിപാടിയാണ്. ഈ ദുആ കഴിയാതെ സദസ്സിൽ നിങ്ങൾ എഴുന്നേറ്റ് പോകുക എന്ന് പറഞ്ഞാൽ. കാരണം ഈ സദസ്സിൽ എത്രയോ ഒരാൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായാൽ അവരുടെ ആമീൻ അള്ളാഹു സ്വീകരിച്ചാൽ, ആ ആമീനിൽ നമ്മളും പെട്ടുകിട്ടിയാൽ, സഹോദരങ്ങളെ, അതിലും വലുതെന്താ ഉള്ളത്? ഈ ഒരു സദസ്സിൽ നിന്ന് കിട്ടിയാൽ മതി. അത് ഏത് സദസ്സിൽ നിന്നാ കിട്ടുക നമുക്കറിയില്ലല്ലോ. ഞാൻ മോശക്കാരനായിരിക്കാം, ഞാൻ തെറ്റുകാരനായിരിക്കാം, ഞാൻ കുറ്റക്കാരനായിരിക്കും. പക്ഷെ എന്റെ മജ്ലിസിൽ വരുന്ന എല്ലാവരും മോശക്കാരല്ലല്ലോ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, പടച്ചവന് പിരിശപ്പെട്ട ആരെങ്കിലുമൊക്കെ ഒരാളുണ്ടാകാതിരിക്കുമോ സഹോദരങ്ങളെ? ഇല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ മജ്ലിസിൽ ആമീൻ പറഞ്ഞ് ഇഖ്ലാസോടെ തഖ്വയോടെ നമുക്ക് പിരിഞ്ഞു പോകാം. നല്ല പ്രായമുള്ള ഉപ്പമാർ അവിടെ തന്നെ ഇരുന്നാൽ മതി, അവർ എഴുന്നേക്കണ്ട. ആ ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും അകലെ നിൽക്കുന്നവർ. പല ആളുകൾ ഇതൊക്കെ പറയുമ്പോഴും ഞാനൊന്നും കേട്ടില്ല കണ്ടില്ല എന്ന ഭാവത്തിൽ ഒരുതരം അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് നിൽപ്പുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേറൊന്നിനും വേണ്ടിയല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ മജ്ലിസ് നമ്മൾ ഇത്രയും നേരം കേട്ടു. നമുക്ക് ഇനി നല്ല ഇഖ്ലാസോടെ ആമീൻ പറഞ്ഞ് ദുആ എന്ന് പിരിയാനാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇമാം അബൂ ഹാമിദുൽ ഗസ്സാലി
റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, ഈ പുരുഷന്മാർക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അവര് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാന്നറിയുമോ? നിങ്ങളുടെ സ്ത്രീകളോട് ഖിയാറുക്കും ലി അഹ്ലിഹി. നിങ്ങൾ പ്രസംഗിക്കുന്ന മുസ്ലിയാര് നല്ലവനല്ല, ഹജ്ജ് ചെയ്ത ഹാജിയാര് നല്ലവനല്ല, കൃത്യമായി നിസ്കരിക്കുന്നയാളെ നിങ്ങൾ നല്ലവനല്ല. ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ എപ്പോഴാണ് നമ്മൾ നല്ലവരാകുന്നതെന്നറിയുമോ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖിയാറുക്കും ലി അഹ്ലിഹി. നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവരാരോ, വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. 1.25 ലക്ഷത്തോളം വരുന്ന അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹജ്ജത്തുൽ വിദാഇൽ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ്? നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ സ്ത്രീകളോട്, നിങ്ങളുടെ കുടുംബിനികളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നാട്ടിലിറങ്ങിയാൽ ഭയങ്കര മാന്യന്മാരാ. ആളുകളോട് പെരുമാറുന്നതൊക്കെ കണ്ടാ വിചാരിക്കും ഇയാളെപ്പോലൊരു മാന്യൻ പടച്ചോൻ ദുനിയാവിൽ വേറെ പടച്ചിട്ട് വേണം. അത്ര നല്ല സ്വഭാവമാണ്. വീട്ടിലേക്ക് കയറി ചെന്നു. സാധാരണഗതിയിൽ 8:30 വീട്ടിൽ ചെല്ലുന്ന ഭർത്താവ് അന്ന് ചെന്നപ്പോൾ 10:30 ഭാര്യ കാത്തുകാത്തിരിക്കുകയായിരുന്നു, കണ്ണിൽ എണ്ണയൊഴിച്ച്. 10:30 വരെ കാത്തിരുന്നു. ഉറക്കച്ചടവിലായപ്പോൾ കോളിംഗ് ബെല്ല് കേട്ടു. വാതിൽ ഓപ്പണാക്കി നോക്കുമ്പോൾ ഭർത്താവ് 10:30 സമയമായപ്പോഴാണ് വന്നത്. മെല്ലെ ഭർത്താവിനോട് ചോദിച്ചു, അല്ല ഇന്ന് 10:30 ആയല്ലോ, 8:30 വരേണ്ടതല്ലേ? പട്ടി കുരയ്ക്കുന്നത് മാതിരി ഒരു ചാതി കുരച്ചു ചാടുന്ന സ്വഭാവം. ഇത് ചിരിക്കാൻ പറഞ്ഞല്ല, മിക്ക ഭർത്താക്കന്മാർക്കുള്ള കലാപരിപാടിയായിരുന്നു. എന്നാൽ ഇയാൾ നാട്ടിലിറങ്ങി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ 4 ചീത്ത വിളിച്ചാൽ പോലും നമ്മൾ മാന്യനാണ്, ആരോടും ഒന്നും പറയില്ല എന്ന ഭാവത്തിൽ ചിരിച്ചു കാണിക്കും. വീട്ടിലെത്തിയാൽ സ്വഭാവം വേറെ. ഈ രീതി നമ്മൾ തുടരാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ വീട്ടുകാരിയോട്, നമ്മുടെ ഭാര്യയോട് നമ്മൾ പെരുമാറണം. അപ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ലയാളാകുക. അല്ല പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. സ്വന്തം ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ലവനാകുന്നതെന്ന് ആര് പറഞ്ഞു? ഹാമിദ് യാസീൻ പറഞ്ഞതാണോ? മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും നല്ലവനല്ല. ഹാമിദ് യാസീൻ പറയണോ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? നിങ്ങളുടെ ഭാര്യമാരോട്, കുടുംബിനികളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും നല്ലവൻ. അള്ളാഹു ആ നിലയിൽ നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ചെറിയ സംഘാടകരായ കുട്ടികൾ ഇവിടെ ഇത്രയും നല്ലൊരു മനോഹരമായ പരിപാടി സംഘടിപ്പിച്ചു. അവർക്ക് അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. നിങ്ങളിൽ ആരെങ്കിലും ഒരു സഹോദരനെങ്കിലും ഈ പരിപാടിയുടെ ചെലവിലേക്ക് വേണ്ടി ഒരു 4444 റുപ്പിക ഒരു 10 ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? ബിസ്മി ചൊല്ലി ഒന്ന് കൈവക്കി ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഒരു 4444 റുപ്പിക ഞാൻ കൊടുത്തേക്കാം. ദീനിന്റെ ഇൽമിന്റെ സദസ്സ് നടന്നതല്ലേ, ഇൻഷാ അല്ലാഹ് 10 ദിവസത്തിനുള്ളിൽ ഞാൻ കൊടുത്തേക്കാന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഒരു സഹോദരൻ ഈ സദസ്സിൽ നിന്ന് ബിസ്മി ചൊല്ലി ഒന്ന് കൈവക്കി ഉദ്ഘാടനം ചെയ്യാനുണ്ടോ? സഹോദരങ്ങളെ, ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരുപാട് സമയമൊന്നും ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി പോകും. ആരെങ്കിലും ഉണ്ടോ? ഒരു തക്ബീർ. എന്തൊരു തക്ബീർ വിളിയാ! ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചാൽ എന്തൊരു ഒച്ചപ്പാടും വളരെ 10 മതി. ഇതിപ്പോ 100-200 ഉണ്ടായിട്ട് ചെറുപ്പക്കാരൊക്കെ മിണ്ടാതെ നിൽക്കുകയാണ്. ഖുലു തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.